അവരെ സ്ഫുടം ചെയ്യുന്നു, അവരെ ശുദ്ധീകരിച്ചെടുക്കുന്നു. വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ, പരിശുദ്ധ ഖുർആൻ അവർക്ക് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു എന്ന് മാത്രമല്ല, ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ വിവരണങ്ങളും എല്ലാവിധ തത്വജ്ഞാനങ്ങളും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ, ഖുർആൻ അവതരിക്കുന്നതിന് മുമ്പ് ആ മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആനിലൂടെ അവരെ സംസ്കരിക്കുന്നതിന് മുമ്പ് അവർ വ്യക്തമായ വഴികേടിലായിരുന്നു. സമൂഹത്തെ സമുദ്ധരിക്കാൻ, സംസ്കരിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കുകയും ആ ഖുർആൻ മുഖേന ജനങ്ങളെ സംസ്കരിക്കുന്ന തുല്യതയില്ലാത്ത ഏറ്റവും വലിയ സംസ്കാര സമ്പന്നനായ, ഏറ്റവും വലിയ സംസ്കരണമുള്ളവരായ, ജീവിതത്തിൽ ഒരു ചെറിയ കറ പോലും പുരളാത്ത, ഒരു കറയിലും കുടുങ്ങാത്ത, ഒരന്ധകാരത്തിലും പെട്ടുപോകാത്ത, ഒരിക്കലും ഒരു തെറ്റും ചിന്തിക്കാത്ത, ഒരു തെറ്റിലും പോയി പെട്ടുപോകാത്ത, എപ്പോഴും ജീവിതത്തിന്റെ തുടക്കം മുതൽ പരിപൂർണ സംസ്കരണത്തിൽ മാത്രം ജീവിച്ച ഒരു മഹാനെ, അഥവാ തുല്യതയില്ലാത്ത മഹാൻ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അല്ലാഹു നിയോഗിക്കുകയും ചെയ്തിരിക്കുന്നു. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ആദ്യമായി അവതരിക്കുന്നത് തന്നെ നമുക്കെല്ലാവർക്കും അറിയാം, ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്. മനുഷ്യന്റെ സംസ്കരണത്തിനു വേണ്ടി അവതരിപ്പിക്കപ്പെട്ട ഖുർആൻ ആദ്യമായി അവതരിക്കുന്ന സൂക്തം തന്നെ ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്. വായിക്കുക, വായിക്കുക, പഠിക്കുക, ശ്രവിക്കുക, ശ്രദ്ധിക്കുക, മനസ്സിലാക്കുക. വിജ്ഞാനത്തിലൂടെയല്ലാതെ, അറിവിലൂടെയല്ലാതെ മനുഷ്യന്റെ സംസ്കരണം സാധ്യമല്ല. ആദ്യമായി സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ ശാരീരിക ലോകത്ത് ആദം അലൈഹിസ്സലാത്തു വസ്സലാം. ആ ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മഹത്വം, മനുഷ്യ സമൂഹത്തിന്റെ മഹത്വം മലക്കുകൾക്ക് വരെ തെളിയിച്ചു കൊടുക്കാൻ ആദ്യമായി ചെയ്തത് പഠിപ്പിക്കുകയാണ്. വഅല്ലമ ആദമൽ അസ്മാഅ കുല്ലഹാ. ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന് സർവ്വ വസ്തുക്കളുടെയും പേരുകൾ പഠിപ്പിച്ചു കൊടുത്തു. വസ്തുക്കളുടെ കുറെ പേര് പഠിക്കുക എന്നത് മാത്രമല്ല, എല്ലാ ഭാഷയിലും എല്ലാ വസ്തുക്കളുടെയും പേരുകൾ അത് പഠിക്കുക എന്നത് ചെറിയ വിഷയമല്ല. നീ നിന്റെ റബ്ബിന്റെ പേര് കൊണ്ട് തുടങ്ങി വായിക്കുക. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്. ആ റബ്ബ് ഇല്ലായ്മയിൽ നിന്ന് ഉണ്ടാക്കുന്ന റബ്ബാണ്. നിന്നെ ഉണ്ടാക്കിയതും നിനക്കുള്ളത് മുഴുവനും തന്നവനാണ്. അവന്റെ സൃഷ്ടിപ്പ് അത്ഭുതകരമാണ്, അവന്റെ സൃഷ്ടിപ്പ് ആശ്ചര്യജനകമാണ്. സഹോദരന്മാരെ, നിങ്ങൾ ആലോചിച്ചു നോക്കൂ അവന്റെ സൃഷ്ടിപ്പ്. ഖുർആൻ അല്ലാഹുവിനെ സംബന്ധിച്ച് നമ്മെ അടിക്കടി ഓർമ്മിപ്പിക്കുമ്പോഴെല്ലാം അവന്റെ സൃഷ്ടിപ്പിനെ സംബന്ധിച്ചാണ് നമ്മിലേക്ക് വിരൽ ചൂണ്ടുന്നത്. യാ അയ്യുഹന്നാസു അബ്ദു റബ്ബക്കുമുല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. മാനുഷിക സമൂഹത്തിന്റെ സർവ സംസ്കരണത്തിനും അവതരിപ്പിക്കപ്പെട്ട ഖുർആൻ മനുഷ്യ സമൂഹത്തെ വിളിച്ച് അതാ യാതൊരു വിവേചനവുമില്ലാതെ, കക്ഷിത്വമില്ലാതെ, പക്ഷപാതിത്വമില്ലാതെ, യാതൊരു വിവേചനവും കാണിക്കാതെ അതേ എല്ലാ ജനങ്ങളെയും വിളിച്ച് യാ അയ്യുഹന്നാസ്, ഓ ജനങ്ങളെ, ഓ മനുഷ്യരെ,
എന്ന് വിളിച്ചുകൊണ്ടും പറയുന്നു ഉഅ്ബുദൂ റബ്ബക്കും, നിങ്ങളെ സൃഷ്ടിച്ച് പോറ്റി വളർത്തുന്ന നാഥന് നിങ്ങൾ ആരാധന നടത്തുക. അല്ലദീ ഖലഖക്കും, നിങ്ങളെ ഇല്ലായ്മയിൽ നിന്നുണ്ടാക്കിയവൻ അവനാണ്. വല്ലദീന മിൻ ഖബ്ലിക്കും, നിങ്ങൾ ഉണ്ടാകാൻ കാരണക്കാരായ നിങ്ങളുടെ മുൻഗാമികളുണ്ടല്ലോ, അവരെയും ഇല്ലായ്മയിൽ നിന്നുണ്ടാക്കിയത് അവനാണ്. ആ റബ്ബിനെ അനുസരിച്ച് അവനെ ഇബാദത്ത് ചെയ്ത് നിങ്ങൾ ജീവിക്കുക. ലഅല്ലകും തത്തഖൂൻ, നിങ്ങൾ ഭക്തിയുള്ളവരാകും. പഴയ ഒരു നോട്ടീസ് ഞാൻ കേരളത്തിൽ നിന്ന് വായിച്ചു. ഒരു പണ്ഡിതൻ പ്രസംഗിക്കുന്ന നോട്ടീസ്. അതിന്റെ ചുവടെ കൊടുത്തിരിക്കുന്നത് ഉച്ചഭാഷിണി ഉണ്ടായിരിക്കുന്നതാണ്. NB ഇട്ടിട്ട് കൊടുത്തിരിക്കുന്നത് പ്രസംഗത്തിന് ഉച്ചഭാഷിണി ഉണ്ടായിരിക്കുന്നതാണ്. പഴയ കാലത്ത് ഉച്ചഭാഷിണി ഇല്ലായിരുന്നു. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും, ചുരുക്കം ചില കടകളുടെ മേലെ എയർ കണ്ടീഷൻ ഉള്ള കടയാണ് എന്ന് ബോർഡ് വെക്കുന്ന ഒരു കാലമുണ്ടായിരുന്നു. അതുപോലെ കമ്പ്യൂട്ടർ ഉണ്ടെന്ന് പ്രത്യേകം ബോർഡ് വെക്കുന്ന കാലമുണ്ടായി. പഴതൊക്കെ മാറി മാറി വരികയാണ്, എല്ലാം സാർവത്രികമാവുകയാണ്. എന്നാൽ നിങ്ങൾ ഓർക്കുക, ഈ മൈക്ക് സെറ്റ് ഇതിന്റെ നിർമ്മാതാക്കൾ ഇല്ലായ്മയിൽ നിന്നുണ്ടാക്കിയതല്ല, മറിച്ച് ഉള്ളത് സംഘടിപ്പിച്ചതാ. ഇരുമ്പ്, അലൂമിനിയം, പിത്തള, പ്ലാസ്റ്റിക്, റബ്ബർ, ചെമ്പ്, ഇങ്ങനെ ഇതുണ്ടാക്കാൻ നിർമ്മിക്കാൻ ഉപയോഗിച്ച എല്ലാ വസ്തുക്കളും അള്ളാഹു സൃഷ്ടിച്ചു വെച്ചിട്ടുള്ളതാണ്. അള്ളാഹു സൃഷ്ടിച്ചു വെച്ചത് എടുത്തിട്ട് പലതും ഉണ്ടാക്കി. നേരെ മറിച്ച് ഇല്ലാത്തത് ഉണ്ടാക്കുക എന്നത് ലോകത്തിന് വരെ ഒരാൾക്കും കഴിഞ്ഞില്ല. ഉള്ളത് സംഘടിപ്പിക്കാൻ കഴിഞ്ഞേക്കും. അതുകൊണ്ട് തന്നെ അള്ളാഹു അവനെ സംബന്ധിച്ച് പ്രത്യേകം പറയുന്നു, അഫമൻ യഖ്ലുഖു കമൻ ലാ യഖ്ലുഖ്, സൃഷ്ടിക്കുന്നവൻ സൃഷ്ടിക്കാത്തവനെ പോലെയാണോ? അഫലാ തദക്കറൂൻ, നിങ്ങൾ എന്തേ ചിന്തിക്കാത്തത്? ഖാലിഖായ അല്ലാഹു, സൃഷ്ടാവായ അല്ലാഹു, അവൻ സൃഷ്ടാവാണ് എന്നതുകൊണ്ട് തന്നെ അനുസരിക്കപ്പെടാൻ അർഹനാണ്, ആരാധിക്കപ്പെടാൻ അർഹനാണ്. അവൻ മാത്രമേ ആരാധനക്ക് അർഹനുള്ളൂ. അവൻ മാത്രമേ വാസ്തവത്തിൽ കഴിവുള്ളവനുള്ളൂ. അവൻ മാത്രമേ അറിവുള്ളവനുള്ളൂ. അവൻ മാത്രമേ അധികാരമുള്ളവനുള്ളൂ. മറ്റെന്തെല്ലാം അറിവുകൾ, എന്തെല്ലാം കഴിവുകൾ, എന്തെല്ലാം അധികാരങ്ങൾ, എന്തെല്ലാം മഹത്വങ്ങൾ ആർക്കുണ്ടോ അത് മുഴുവനും അല്ലാഹു നൽകുന്നതാണ്. മാ ബികും മിൻ നിഅ്മത്തിൻ ഫമിനല്ലാഹ്, ഏത് അനുഗ്രഹം ആര് മുഖേന എത്ര എങ്ങനെ കിട്ടിയാലും ഫമിനല്ലാഹ്, അത് അല്ലാഹുവിങ്കൽ നിന്നാണ്. പരിശുദ്ധ ഖുർആൻ സൃഷ്ടിക്കുന്നവനും സൃഷ്ടിക്കാത്തവനും തുല്യമാണോ ചോദിച്ച ഉടനെ പറയുന്നു, ഇൻ തഉദ്ദൂ നിഅമത്തല്ലാഹി ലാ തുഹ്സൂഹാ, അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ എണ്ണിയാൽ തീർക്കാൻ നിങ്ങളെ കൊണ്ട് സാധ്യമല്ല. അല്ലാഹുവിന്റെ അനുഗ്രഹത്തിന് നന്ദി ചെയ്യാൻ പോയിട്ട് അനുഗ്രഹങ്ങൾ എണ്ണി തീർക്കാൻ സാധ്യമല്ല. അതേ, ഇന്നല്ലാഹ ലഗഫൂറുർ റഹീം. പക്ഷേ എല്ലാ അധികാരത്തിന്റെയും ഉടമസ്ഥൻ, എല്ലാം സൃഷ്ടിക്കുന്നവൻ, കൊടുക്കുന്നവൻ, തടയുന്നവൻ ആ റബ്ബ് ക്രൂരനല്ല, അവൻ അക്രമിയല്ല, അവൻ ഭീകരനല്ല, അവൻ ദയാലുവാണ്, മാപ്പ് കൊടുക്കുന്ന റബ്ബാണ്, കാരുണ്യം ചെയ്യുന്ന റബ്ബാണ്. ആ റബ്ബ് സുബ്ഹാനഹു വ തആലയിലേക്ക് മനുഷ്യന്റെ മനസ്സിനെ ക്ഷണിക്കുകയാണ്. വാസ്തവത്തിൽ പരിശുദ്ധ ഖുർആനിന്റെ സംസ്കരണത്തിന്റെ അടിത്തറ നിങ്ങൾ കണ്ടില്ലേ? ഇഖ്റാ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, ഖലഖൽ ഇൻസാന മിൻ അലഖ്. ഓ മനുഷ്യ, നിന്റെ മാതാപിതാക്കൾ പരസ്പരം ലൈംഗികമായി ബന്ധപ്പെട്ട് അവരുടെ അണ്ഡവും ബീജവും തമ്മിൽ സങ്കലനം നടത്തി കണ്ടാൽ അറുപ്പും വെറുപ്പും തോന്നുന്ന വസ്തുമുഖേന നിന്റെ സൃഷ്ടിപ്പ് അല്ലാഹു നടത്തി. നിനക്ക് നിന്റെ മുൻകാല സംഭവങ്ങൾ ചിന്തിക്കുമ്പോൾ അഹങ്കരിക്കാൻ അവകാശമില്ല. നീ ഒരു വലിയ അധികാരിയാണെന്ന് ചിന്തിക്കാൻ വകുപ്പില്ല. നിനക്കൊരിക്കലും പൊങ്ങച്ചം പറയാൻ ഇവിടെ അധികാരമില്ല. ഇവിടെ സൃഷ്ടാവായ അല്ലാഹു ജല്ല ജലാലുഹു നിന്നെ ആ മ്ലേച്ഛമായ വസ്തുവിൽ സൃഷ്ടിച്ചുണ്ടാക്കിയതാണ്.
ഖലഖൽ ഇൻസാന മിൻ അലഖ് ഇഖ്റഅ വറബ്ബുകൽ അക്രം. അതേ ഉന്നതനും ഏറ്റവും മഹാനും നിന്റെ റബ്ബാണ്. നീ ആ റബ്ബിന്റെ പേരുച്ചരിച്ച് നീ പാരായണം ചെയ്യുക. ആ പേരുച്ചരിച്ചുകൊണ്ട് നീ വായിക്കുക. ഇഖ്റഅ വറബ്ബുകൽ അക്രം അല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം. പേന കൊണ്ട് എഴുതാൻ പഠിപ്പിച്ചതാ റബ്ബാണ്. മനുഷ്യനറിയാത്തതൊക്കെയും പഠിപ്പിച്ചതാ റബ്ബാണ്. അങ്ങനെ മനുഷ്യനെ വിജ്ഞാനത്തിന്റെ സാഗരങ്ങളിൽ കൊണ്ടുപോയി എത്രയോ മുത്തുകൾ അതാ ആ മുത്തുകൾ എത്രയോ സൗജന്യമായി കൊടുത്ത ആ രാജാവിനെ സ്നേഹിച്ചുകൊണ്ട് ആ രാജാവിന് കീഴ്പ്പെട്ടുകൊണ്ട് നീ വായിക്കുക, പഠിക്കുക. പഠനമാണ് നിന്റെ സംസ്കരണത്തിന് കാരണം. വായനയാണ് നിന്റെ പുരോഗതിക്ക് കാരണം. വിദ്യാഭ്യാസമാണ് നിന്റെ പുരോഗതിക്ക് കാരണം. പരിശുദ്ധ ഖുർആൻ മനുഷ്യന്റെ സംസ്കരണത്തിന് ആദ്യമായി തന്നെ വിജ്ഞാനത്തിലേക്ക്, വിജ്ഞാനങ്ങൾ പഠിക്കുന്നതിലേക്ക്, വിജ്ഞാനം ഇവിടെ പ്രചരിപ്പിക്കുന്നതിലേക്ക്, വിദ്യാഭ്യാസ രംഗത്തേക്ക് മനുഷ്യനെ ക്ഷണിക്കുകയാണ്. ക്ഷണിക്കുമ്പോൾ ആദ്യം തന്നെ പഠിപ്പിക്കുന്ന ആശയം അല്ലാഹുവിലുള്ള വിശ്വാസത്തിലധിഷ്ഠിതമായ പഠനം, അല്ലാഹുവിലുള്ള വിശ്വാസത്തിലധിഷ്ഠിതമായ ചിന്ത. സഹോദരന്മാരെ, മനുഷ്യന്റെ ഈമാൻ, വിശ്വാസം അതൊരു പ്രകാശമാണ്. യഹ്ദില്ലാഹു ലിനൂരിഹി മൻ യശാ. അല്ലാഹു ഉദ്ദേശിച്ചവരെ അവന്റെ പ്രകാശത്തിലേക്ക് വഴിതിരിക്കുമെന്ന് ഖുർആൻ പറഞ്ഞില്ലേ? ഈമാനിന്റെ പ്രകാശം അത് ഹൃദയത്തിൽ ലഭിച്ചതുകൊണ്ടാണല്ലോ കഠിനാധ്വാനം ചെയ്ത് തൊഴിലെടുക്കുന്നതിനിടയിൽ നോമ്പുമനുഷ്ഠിച്ച് നിസ്കാരവും നിർവഹിച്ച് വളരെ ക്ഷീണിച്ച സമയത്തും ഇൽമിന്റെ മജ്ലിസ് എന്ന നിലക്ക് ഈ സദസ്സിൽ അതാ എത്രയോ ദൂരങ്ങളിൽ നിന്ന് അള്ളാഹുവിന്റെ തൃപ്തി മാത്രം ലക്ഷ്യം വെച്ച് നിങ്ങളും ഞാനും ഇവിടെ എത്തിച്ചേർന്നത്. അള്ളാഹു നമ്മുടെ സദസ്സ് അവൻ തൃപ്തിപ്പെട്ട ആഖിറത്തിൽ ഉപകരിക്കുന്ന സദസ്സായി നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. സഹോദരാ, വിജ്ഞാനമാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. അല്ലാഹുവിലുള്ള ചിന്തയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. അവന്റെ സൃഷ്ടിപ്പ് അത്ഭുതകരമല്ലേ? അത്ഭുതകരമല്ലേ അവന്റെ സൃഷ്ടിപ്പ്? നാം ഇവിടെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു പ്ലെയിൻ അതിലേ അങ്ങ് പറന്നുപോയി. പ്ലെയിന് സാധാരണ പറന്നു പോകുന്ന സ്ഥലമായതിനാൽ അങ്ങോട്ട് നമ്മുടെ ശ്രദ്ധ പോവുകയില്ലെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നിങ്ങൾ ആലോചിക്കൂ. മുമ്പ് കാലത്ത് എനിക്ക് ഓർമ്മയുണ്ട്, ട്രെയിൻ ഓടിക്കൊണ്ടിരിക്കുന്ന റെയിൽ പാളയത്തിന്റെ സമീപത്ത് റൂമെടുത്ത് താമസിച്ചപ്പോൾ ഒരാൾക്ക് ഉറക്കം വന്നില്ല. അദ്ദേഹം നേരം വെളുക്കുന്നത് വരെ ഓരോ ട്രെയിനും പോകുമ്പോൾ ഉറക്കം തെളിഞ്ഞു. പക്ഷേ ഞാനിങ്ങനെ ആലോചിച്ചു, ആ റെയിൽ പാളത്തിന്റെ രണ്ട് ഭാഗത്തും എത്ര ആയിരക്കണക്കിന് വീടുകളുണ്ട്. അവിടെയുള്ളവരൊന്നും ഉറങ്ങുന്നില്ലേ? അവരെല്ലാവരും ഉറങ്ങുന്നുണ്ട്. ട്രെയിന് പോകുമ്പോൾ അവരെ ഉറക്കിന് ഒരു ചെറിയ താരാട്ടുപാടലും കൂടിയാണ്. കാരണം അതവർ പരിശീലിച്ചു പോയി. ഒരു മനുഷ്യൻ ആ മനുഷ്യൻ എന്ത് പരിചയപ്പെടുന്നുണ്ടോ അതുപോലെ അവന്റെ ശരീരത്തെയും ഹൃദയത്തെയും അവന് നിയന്ത്രിക്കാൻ കഴിയും. അതുകൊണ്ടാണ് സംസ്കരണ പ്രവർത്തനത്തിന് നമുക്ക് ഊന്നൽ നൽകേണ്ടി വരുന്നത്. ചിലർക്കൊരു ധാരണയുണ്ട്, ഞാൻ എന്തായാലും നന്നാവുകയില്ല. വേറെ ചിലർക്ക് ധാരണയുണ്ട്, അവൻ എന്തായാലും നന്നാവുകയില്ല. രണ്ട് ധാരണയും തിരുത്തേണ്ടതാ. ഏത് മനുഷ്യനും മാറ്റം വരും. റെയിൽ പാളയത്തിന്റെ സമീപത്ത് വീടുകൾ കെട്ടി ജീവിക്കുന്നവർ, അവർക്ക് ധാരാളം ട്രെയിന് പോയാലും ഉറക്കം തെളിയുന്നില്ല. കാരണം അദ്ദേഹം അതുമായി പരിചയപ്പെട്ടു പോയി. നമ്മുടെ നാട്ടില് തൊട്ടടുത്ത കല്യാണ വീട്ടിന്റെ സമീപത്ത് വെച്ച് ജനറേറ്റർ വർക്ക് ചെയ്യുമ്പോൾ ഉറക്കം കിട്ടാത്തവരും. പക്ഷേ അവർ ചിന്തിക്കണം, ജനറേറ്റർ എന്നും ഓൺ ചെയ്ത് വർക്ക് ചെയ്യിപ്പിക്കുന്ന ഓപ്പറേറ്റർ ആ ജനറേറ്ററിന്റെ സമീപത്താണ് കിടന്നുറങ്ങുന്നത്. അദ്ദേഹത്തിന്റെ ഉറക്ക് തെളിയൽ ജനറേറ്റർ ഓഫ് ആകുന്ന സമയത്താണ്. എന്താണ് മനുഷ്യൻ എന്ത് ശീലിച്ചോ ശീലിച്ചതുപോലെ മനുഷ്യന്റെ ശരീരത്തെ പാകപ്പെടുത്തിയെടുക്കാൻ കഴിയും. ചെറിയ കുട്ടിയെ പോലെയാണ് മനുഷ്യ ശരീരം. ആ കുട്ടിയെ മുല കൊടുക്കുന്നത് നിർത്താതെ
നാം മുല കൊടുത്തുകൊണ്ടേയിരുന്നാൽ 75 വയസ്സായ പ്രായം ചെന്ന ആളും കിട്ടുമെങ്കിലും മുല കുടിക്കും. നേരെ മറിച്ച് അതിന്റെ പ്രായമെത്തുമ്പോൾ അത് മെല്ലെ 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 അതിൽ നിന്ന് മാറ്റം വരുത്തിയാൽ പിന്നെ മുല കുടിക്കാതെ അന്തസ്സോടെ ജീവിക്കും. അങ്ങനെയാണ്. അതുപോലെയാണ് നമ്മുടെ ശരീരം. ചില ആളുകളെ നിങ്ങൾ കാണുന്നില്ലേ, എന്ത് വേണമെങ്കിലും സ്വീകരിക്കാൻ, സുബഹിക്ക് എഴുന്നേൽക്കാൻ പറയരുത്. അങ്ങനെ ശീലിച്ചത് കൊണ്ടാണ്. നേരെ മറിച്ച് മറ്റു ചിലരെ നിങ്ങൾക്ക് കാണാം, എന്ത് സംഭവിച്ചാലും തർക്കേടില്ല, സുബഹിക്ക് മുമ്പ് എഴുന്നേൽക്കണം, ഇല്ലെങ്കിൽ വളരെ വിഷമമാണ്. മനുഷ്യന്റെ ശരീരം മനുഷ്യൻ നിയന്ത്രിക്കുന്നത് പോലെ പോകും. സംസ്കരണത്തെ സംബന്ധിച്ച് സംസാരിച്ചിട്ട് കാര്യമുണ്ടോ എന്ന് നമുക്ക് തോന്നരുത്. സംസ്കരിക്കാൻ ഒരുങ്ങിയാൽ സംസ്കരിക്കാൻ സാധിക്കും. ഏത് ശരീരത്തെയും സംസ്കരിക്കാൻ സാധിക്കും. നിങ്ങൾ കാണുന്നില്ലേ കാട്ടാന? അതേ കാട്ടാന തന്നെയാണ് പിന്നീട് നാട്ടാനയായി നമ്മുടെ നാട്ടിൽ വരുന്നത്. ആ നാടൻ ആന ചെറിയ ദിനേശ് പിടി പോലത്തെ ഒരു പാപ്പ. അദ്ദേഹം പറയുന്നതൊക്കെ അനുസരിക്കുന്നു. എന്നിട്ടോ വലിയ മരത്തടികൾ പിടിക്കുന്നു, ജനങ്ങൾക്ക് ഒരുപാട് ഉപകാരം ചെയ്യുന്നു. കാട്ടാന എന്താ സംഭവിച്ചത്? ഒന്നും സംഭവിച്ചിട്ടില്ല. വിവരമുള്ള, പഠിപ്പിക്കാൻ അറിയുന്ന മറ്റ് ആന മുഖേനയും ആനയെ പഠിപ്പിച്ച മനുഷ്യൻ മുഖേനയും കാട്ടാനക്ക് വിവരം കിട്ടി. പഠനം നൽകിയപ്പോൾ, അതിന് സംസ്കരണം കിട്ടിയപ്പോൾ കാട്ടാന നാടൻ ആനയായി മാറി. അല്ലാതെ മൂപ്പര് പ്രത്യേകം വേറെ ഒരു സൃഷ്ടിയല്ല. നേരത്തെ കാട്ടാനയായത് തന്നെയാണ് പിന്നീട് നാട്ടാനയായത്. വിവരത്തിന്റെ പവറാണ്. നിങ്ങൾക്കറിയില്ലേ, ഒരാൾ ബിസ്മി ചൊല്ലിയിട്ട് ഒരു മുസ്ലിം ഒരു വസ്തു അറുത്താൽ, അത് നാം അറുക്കാൻ പറ്റുന്ന ജീവിയാണെങ്കിൽ അറുത്താൽ നാം തിന്നുന്നു. അറുക്കുന്നതോടുകൂടി അത് ഭക്ഷണമായി മാറും. അറുക്കുന്നതിന് മുമ്പ് അതുകൊണ്ടാണ് നിങ്ങൾക്ക് കാണാം ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സ്മരണ പുതുക്കുന്ന ദുൽഹജ്ജ് മാസത്തിൽ മഹാനവറുകൾ ഭക്ഷണം വിതരണം ചെയ്യുന്നതിൽ വലിയ താല്പര്യമുള്ള വ്യക്തിയായിരുന്നു. മഹാനവറുകളുടെ സ്മരണ പുതുക്കുന്ന സമയത്ത് നാം ഉദ്ഹിയ്യത്ത് എന്ന പേരിൽ ഭക്ഷണം വിതരണം ചെയ്യുന്നു. അറുത്തതിന് ശേഷം കൊടുക്കണമെന്നാണ് നിയമം. കാരണം അറുക്കുന്നതിന് മുമ്പ് ജീവികൾ ഭക്ഷണമല്ല, അറുത്താലാണ് ഭക്ഷണമാകുന്നത്. അറുക്കുന്നത് വരെ ഭക്ഷണമല്ല. അതുകൊണ്ടാണ് ആക്സിഡന്റ് പെട്ട ഒരു കാള അല്ലെങ്കിൽ ഒരു ആട്, അതിന്റെ കാല് മുറിഞ്ഞു തെറിച്ചു പോയാൽ അത് നമുക്ക് തിന്നാൻ നിവൃത്തിയില്ല. അറുത്തതാണെങ്കിൽ തിന്നാം. ജീവനുള്ളത് ഭക്ഷണമല്ല, മറിച്ച് അറുത്താൽ ഭക്ഷണമാണ്. ഭക്ഷണം, ഞാൻ പറഞ്ഞ വിഷയം നിങ്ങൾ ഓർക്കുക. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല വെച്ചിട്ടുള്ള വ്യവസ്ഥകൾ, ധാരാളം വ്യവസ്ഥകളുണ്ട്. ആ വ്യവസ്ഥകളിൽ ഒന്നാണ് അറുത്ത ജീവിയെ തിന്നാം. എന്നാൽ നമുക്ക് പിടികിട്ടാത്ത ഏതെങ്കിലും ഒരു വേട്ടമൃഗം, അതിനെ പിടിക്കാൻ വേണ്ടി മുഅല്ലമായ നായ, മുഅല്ലിം എന്നല്ല ഞാൻ പറഞ്ഞത്, മുഅല്ലം എന്നാണ്, പഠിപ്പിക്കപ്പെട്ട നായ. ആ നായയെ ബിസ്മി ചൊല്ലിയിട്ട് ഒരു മുസ്ലിം വേട്ടമൃഗത്തെ പിടിക്കാൻ അയച്ചാൽ, ആ മൃഗത്തെ പിടിച്ചുകൊണ്ടുവരുന്നതിനിടയിൽ മൃഗത്തിന്റെ ജീവൻ പോയാലും നമുക്ക് ശുദ്ധീകരണം നടത്തിയതിനു ശേഷം തിന്നാമെന്ന് കർമ്മശാസ്ത്ര പണ്ഡിതന്മാര് പറഞ്ഞത് കാണും. വാസ്തവം അത് തൊട്ടാൽ 7 പ്രാവശ്യം കഴുകുന്ന നായ. പക്ഷേ അതിനെ പഠിപ്പിക്കപ്പെട്ടപ്പോൾ, വേട്ട പഠിപ്പിക്കപ്പെട്ടപ്പോൾ ആ നായ പിടിച്ചു കൊണ്ടുവരുന്ന വസ്തു നമുക്ക് അനുവദനീയമാവുകയാണ്. ഒരു സാധാരണ ലോക്കൽ നായക്ക് ആ പ്രത്യേകതയില്ല. ഞാൻ പറഞ്ഞു വന്നത്, പഠനത്തിലൂടെ, പ്രാക്ടീസിലൂടെ നമുക്ക് ധാരാളം വിഷയങ്ങൾ നമുക്ക് നേടാൻ കഴിയും, ഉയരാൻ സാധിക്കും. ഇനി ഞാൻ എന്റെ വിഷയത്തിലേക്ക് തന്നെ തിരിക്കട്ടെ. നിങ്ങൾ ചിന്തിക്കൂ, പ്ലെയിൻ പറക്കുന്നു, ട്രെയിൻ ഓടുന്നു, കാറും ബസ്സുമൊക്കെ നീങ്ങുന്നു. പക്ഷേ ഖുർആൻ ഇറങ്ങുന്ന സമയത്ത് ഇത്തരത്തിലുള്ള വാഹനങ്ങളൊന്നുമില്ല. ഖുർആനിനെ സംബന്ധിച്ച് നാം ഓർക്കണം, അതെന്താണത് ഗ്രന്ഥം. ഇപ്പോൾ അതിനൊരു വലിയ വിവരണം നൽകാൻ സമയം പോരാ.
നിങ്ങൾ ചിന്തിച്ചു നോക്കുക. ആ ഖുർആൻ അവതരിക്കുന്ന കാലത്ത് ആധുനിക വാഹനങ്ങളൊന്നുമില്ല, യന്ത്രവൽക്കരണ വാഹനങ്ങളില്ല. അന്നത്തെ വാഹനം കുതിരയാണ്, അന്നത്തെ വാഹനം കഴുതയാണ്, അന്നത്തെ വാഹനം ഒട്ടകമാണ്. ആ വാഹനങ്ങൾ അല്ലാഹു മനുഷ്യന് നൽകിയ അനുഗ്രഹങ്ങളാണെന്ന് എണ്ണിപ്പറഞ്ഞതിന് ശേഷം പരിശുദ്ധ ഖുർആൻ ഒരു കാര്യം പറയുന്നു. ഖുർആൻ അന്ത്യനാൾ വരെ ജീവിക്കുന്ന മനുഷ്യൻ വിശ്വാസത്തിൽ അധിഷ്ഠിതമായ സംസ്കരണം ഉദ്ദേശിക്കുന്നത് കൊണ്ട് തന്നെ എന്നും ഖുർആനിന്റെ ആമാർഷികത എല്ലാ നിലയിലും ഇവിടെ നിലനിൽക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. ഖുർആൻ എന്താണ് പറയുന്നത്? ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നു വൽ ഖൈല വൽ ബിഗാല വൽ ഹമീറ ലിതർകബൂഹാ വൽ ഖൈല വൽ ബിഗാല വൽ ഹമീറ ലിതർകബൂഹാ വസീന വയഖ്ലുഖു മാ ലാ തഅലമൂൻ. ഖുർആൻ അവതരിക്കുന്ന കാലത്തുള്ള കുതിര, ഗോബർ കഴുത തുടങ്ങിയ വാഹനങ്ങളെ സംബന്ധിച്ച് ഖുർആനിൽ അല്ലാഹു അത് നിങ്ങൾക്ക് വാഹനമായി ഉപയോഗിക്കാനുള്ളതാണെന്ന് അനുഗ്രഹം എടുത്തു പറയുന്നു. വസീന, അത് അലങ്കാരമാണെന്നും പറയുന്നു. കുറെ ആടുകൾ രാവിലെയും വൈകുന്നേരവും ഒക്കെ അതിനെ തെളിച്ചിറക്കുന്ന സമയത്ത് അതിന്റെ പ്രകടനം എന്തൊരു സന്തോഷമുള്ളതാണ്, അതിന്റെ നീക്കം എന്തൊരു കാഴ്ചയാണ്, അങ്ങനെ വലിയ ഭംഗിയാണത്. അതിന്റെ പുറമെ അതിന്റെ രോമങ്ങൾ നിങ്ങൾക്ക് വസ്ത്രത്തിന് ഉപയോഗിക്കാനുള്ളതാണ്, മാംസം നിങ്ങൾക്ക് ഭക്ഷണമാണ്, പാല് നിങ്ങൾക്ക് ഔഷധ വീര്യമുള്ള വസ്തുവാണ്. അങ്ങനെ പലതും എടുത്തു കാണിച്ചതിന് ശേഷം ഒട്ടകം അത്ഭുതകരമായ ജീവിയാണ്. അതിൽ നിങ്ങൾക്ക് എത്രയോ പ്രയാസമുള്ള സ്ഥലങ്ങളിലേക്ക് വസ്തുക്കൾ എത്തിക്കാനും ചുമടെടുക്കാനും പറ്റുന്നതാണ്, നിങ്ങൾക്ക് വാഹനമായി ഉപയോഗിക്കാനുള്ളതാണ്. അതിങ്ങനെ ഓരോന്നോരോന്നായി അനുഗ്രഹങ്ങൾ എണ്ണിപ്പറഞ്ഞിട്ട് ഖുർആൻ അവസാനം വാഹനങ്ങളുടെ അനുഗ്രഹം പറയുന്ന സ്ഥലത്ത് പറഞ്ഞൊരു വാചകം കണ്ടോ നിങ്ങൾ? വയഖ്ലുഖു മാ ലാ തഅലമൂൻ. ഖുർആനിന്റെ അവതരണ കാലത്ത് നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വാഹനങ്ങളാണ് എണ്ണിപ്പറഞ്ഞത്. എന്നാൽ ഇതൊന്നുമല്ലാത്ത വാഹനങ്ങൾ വയഖ്ലുഖു മാ ലാ തഅലമൂൻ, നിങ്ങൾ അറിയാത്ത, നിങ്ങൾക്ക് പരിചയമില്ലാത്ത, നിങ്ങൾ സ്വപ്നത്തിൽ പോലും കാണാത്ത, നിങ്ങൾ ചിന്തിക്കാത്ത അത്ഭുതകരമായ വാഹനങ്ങൾ പിന്നീട് അല്ലാഹു ലോകത്ത് സൃഷ്ടിക്കുമെന്ന് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന പ്ലെയിനിനെ സംബന്ധിച്ച്, നമ്മുടെ നാട്ടിൽ ഇറങ്ങി ഓടുന്നതും ഇവിടെ ഇറക്കാൻ ഉദ്ദേശിക്കുന്നതുമായ ട്രെയിനിനെ സംബന്ധിച്ച്, സർവ്വവാഹനങ്ങളെ സംബന്ധിച്ചും ഖുർആൻ 1400ഓളം വർഷങ്ങൾക്ക് മുമ്പ് ചൂണ്ടിക്കാണിക്കുകയാണ്. വയഖ്ലുഖു മാ ലാ തഅലമൂൻ, നിങ്ങൾ അറിയാത്ത പലതും വാഹനങ്ങളുടെ കൂട്ടത്തിൽ അല്ലാഹു സൃഷ്ടിക്കാൻ പോകുന്നു. ഇപ്പോൾ നിങ്ങൾക്കത് അപരിചിതമാണ്. ഈ ആയത്തിന്റെ തഫ്സീർ യന്ത്രവൽക്കരണ വാഹനങ്ങൾ ഈ ഭൂമിയിൽ ഇറങ്ങുന്നതിന്റെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇമാം ജലാലുദ്ദീൻ സുയൂത്തി റഹിമഹുല്ലാഹ് ജലാലൈനി തഫ്സീറിൽ രേഖപ്പെടുത്തിയത് കാണാം. മിനൽ അസിയാഇൽ അജീബത്തിൽ ഗരീബതി, അത്ഭുതകരമായ, ആശ്ചര്യജനകമായ, അപരിചിതമായ ധാരാളം വാഹനങ്ങൾ പിൽക്കാലത്ത് അല്ലാഹു ലോകത്ത് കൊണ്ടുവരുമെന്നാണ് ഈ ആയത്തിൽ പറഞ്ഞിട്ടുള്ളതെന്ന് സൈക്കിള് പോലും കണ്ടുപിടിക്കാത്ത കാലത്ത് അതിന്റെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇമാം സുയൂത്തി റഹിമഹുല്ലാഹ് ഈ ആയത്തിന്റെ വ്യാഖ്യാനം രേഖപ്പെടുത്തിയത് കാണാം. സഹോദരന്മാരെ, ആ പരിശുദ്ധ ഖുർആൻ എന്താ ചെയ്യുന്നത്? അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിനെ സംബന്ധിച്ച് മനുഷ്യന്റെ മനസ്സിൽ ചിന്ത ഉണർത്തുകയാണ്. ആ മനുഷ്യൻ അള്ളാഹുവിനെ കുറിച്ച് ചിന്തിക്കണം, അഥവാ അവന്റെ സൃഷ്ടികളെ കുറിച്ച് ചിന്തിക്കണം. അപ്പോഴാണ് അള്ളാഹുവിലേക്ക് അവന്റെ മനസ്സ് തിരിയുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആലോചിക്കൂ, അല്ലാഹു റബ്ബുൽ ആലമീൻ, അല്ലാഹു റബ്ബുൽ ആലമീൻ, റബ്ബുൽ മുസ്ലിമീൻ എന്നല്ല, മറിച്ച് റബ്ബുൽ ആലമീൻ, സർവ്വലോകത്തുമുള്ള സർവ്വ സൃഷ്ടികളെയും സൃഷ്ടിച്ചു പോറ്റി വളർത്തുന്ന രാജാവ്. അത്ഭുതകരമല്ലേ അവന്റെ സൃഷ്ടിപ്പ്? അവൻ കൊടുക്കുന്നതല്ലേ ഓരോന്നിനുമുള്ളത്? ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, വലിയ കാട്ടാന അല്ലെങ്കിൽ നാടൻ ആന, ഏതാനയാണെങ്കിലും
ഉണക്കുമരം തിന്നാൻ കൊടുത്താൽ അത് തിന്നില്ല. ഉണക്കുമരം ആനക്ക് തിന്നാൻ കൊടുത്താൽ ആനക്ക് തിന്നാൻ കഴിയില്ല. തിന്നാലോ അതിന് പോഷകങ്ങൾ ലഭിക്കില്ല, അതിന് തിന്നാൻ സാധ്യമല്ല. എന്നാൽ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ, വലിയ ആനകളും സിംഹങ്ങളും ഒരുപാട് നരികളും മനുഷ്യരും മറ്റു പല ജീവികളും ലോകത്തുണ്ടായിട്ട് അവകളൊന്നും ഉണക്കുമരം തിന്ന് ജീവിക്കുന്നില്ല. എന്നാൽ ലോകത്ത് ഉണക്കുമരം തിന്ന് ജീവിക്കുന്ന ഒരു ജീവിയുണ്ട്, ഉണക്കുമരം തന്നെ തിന്ന് ജീവിക്കുന്ന ഒരു ജീവിയുണ്ട്. എന്തായിരിക്കും അതിന്റെ പല്ലിന്റെ ശക്തി, എന്തായിരിക്കും അതിന്റെ ബോഡി, എന്തായിരിക്കും അതിന്റെ ദഹനശക്തി എന്നൊക്കെ നിങ്ങൾ ചിന്തിച്ചാൽ നിങ്ങൾക്ക് എത്തും പിടിയും കിട്ടുകയില്ല. ഏതാണ് ആ ജീവി? അതിന് നമ്മുടെ നാട്ടിൽ ചെതലിറുമ്പ് എന്നാണ് പേര്. ഉറുമ്പാണ് ചെതലിറുമ്പ്. എത്ര മരങ്ങളാണ് തിന്നു തീർക്കുന്നത്. ആ ഉണക്ക് മരങ്ങളിൽ നിന്ന് അതിന് പോഷകം ലഭിക്കുന്നു. ആ ഉണക്ക് മരം തിന്നുകൊണ്ടത് ജീവിക്കുന്നു. സുബ്ഹാനല്ലാഹ്, എന്താണിത് അറിയിക്കുന്നത്? ഏത് ചെറിയ വസ്തുവിനും അല്ലാഹു കൊടുത്താൽ കിട്ടി, ഏത് വലിയ വസ്തുവിനും അല്ലാഹു കൊടുത്തില്ലെങ്കിൽ കിട്ടുകയില്ല. വലുതും ചെറുതുമൊന്നും വ്യത്യാസമില്ല. കൊടുക്കുന്നവൻ അല്ലാഹു തന്നെ, കൊടുക്കുന്നത് ലഭിക്കുക തന്നെ അധികാരം അല്ലാഹുവിന് തന്നെ. ഇനി നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ, ആ റബ്ബ് പോറ്റി വളർത്തുന്നതിന്റെ സ്വഭാവം. പ്രസവിക്കപ്പെട്ട ഉടനെയുള്ള കുട്ടി, തലയിൽ മുടിയുണ്ട്, കൈക്ക് നഖമുണ്ട്, എല്ലാം കാണുന്നു, പക്ഷേ തൊള്ളയിൽ പല്ലില്ല. എന്തുകൊണ്ടാണ് പല്ലില്ലാത്തത്? പല്ലില്ലാത്തതിന്റെ കാരണം എന്താണ്? കാരണം നമുക്കറിയാം. ആ കുട്ടിക്ക് ഭക്ഷണം വെച്ചിട്ടുള്ളത് അതാ ഉമ്മയുടെ മുലയിലാണ്. ഉമ്മയുടെ മുലയിലാണ് ഭക്ഷണം വെച്ചിട്ടുള്ളത്. ആ ഉമ്മയുടെ മുല കുടിച്ച് ജീവിക്കേണ്ട കുട്ടി, ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം മറ്റ് ജീവിതത്തിന് വഴിയില്ല, മറ്റൊരു മാർഗമില്ല. ആ കുട്ടിയുടെ തൊള്ളയിൽ പല്ല് കൊടുത്താൽ കുട്ടി സ്വാഭാവികമായും മുല കുടിക്കുമ്പോൾ കടിക്കും. കടിച്ചാൽ ഉമ്മയുടെ മുല പഴുക്കും. പഴുത്താൽ ഉമ്മ ഡ്യൂട്ടിയിൽ നിന്ന് രാജിവെക്കും. രാജിവെച്ചാൽ കുട്ടി പട്ടിണിയാകും. അതുകൊണ്ട് തന്നെ കുട്ടിക്ക് തൊള്ളയിൽ പല്ല് കൊടുക്കാതെ പോറ്റി വളർത്തുന്ന രാജാവ് കാലം കുറച്ച് മുന്നോട്ട് നീങ്ങുമ്പോൾ ടെമ്പററിയായി താൽക്കാലികമായ പല്ല്, കാരണം ഇന്നതാണ് തിന്നുകയെന്നില്ല, കിട്ടുന്നത് തൊള്ളയിലിടുന്ന കാലമാണ്. അതുകൊണ്ട് സ്ഥിരമായത് കൊടുക്കാനായിട്ടില്ല, താൽക്കാലികമായ പല്ല്. പിന്നെയും മുന്നോട്ട് നീങ്ങുമ്പോൾ സ്ഥിരമായ പല്ല്, അതാ വിസിറ്റ് വിസയും എടുത്ത് ജോലി ശരിയാക്കിയിട്ട് പിന്നെ പെർമനന്റ് വിസയ്ക്ക് വരുന്ന പഠനമുണ്ടല്ലോ, അത് തൊള്ളയിൽ നടക്കുകയാണ്. ഇനി നിങ്ങൾ കണ്ടോ, ആ റബ്ബ് സുബ്ഹാനഹു വ തആല അവന്റെ സൃഷ്ടിപ്പിൽ വെച്ചത് നമ്മുടെ തൊള്ളയിലുള്ള പല്ലിനെ കുറിച്ചൊന്ന് ചിന്തിക്കൂ. 2 താടിയെല്ലിൽ പല്ല് ഫിറ്റ് ചെയ്തു. താഴെ താടിയെല്ലിലും മേലെ താടിയെല്ലിലും പല്ലുകളുണ്ട്. മുന്നിലെ പല്ല് വസ്തുക്കൾ മുറിച്ചെടുക്കാനുള്ളതാണ്. നീണ്ട നേന്ത്രപ്പഴം ഒന്നായി തൊള്ളയിലാക്കേണ്ടതില്ല, മുന്നിൽ തന്നെ പിടിച്ച് നമുക്കത് കട്ട് ചെയ്ത് ആവശ്യമുള്ളത് അതാ തൊള്ളയിലായി നമുക്ക് ഭക്ഷിക്കാം, ബാക്കി കയ്യിൽ പിടിക്കാം. എന്നാൽ പോരാ, ചില ഉറപ്പുള്ള വസ്തുക്കൾ അത് പൊട്ടിക്കാൻ വേണ്ടി തന്ന പല്ലുണ്ട്, അതൊരു സൈഡിലാണ് കൊടുത്തത്. ചെറിയ കുട്ടികൾ, അവർക്ക് നിങ്ങൾ പ്രത്യേകിച്ചും അതാ കണ്ണൂർ തലശ്ശേരി ഭാഗത്തുള്ളവരാണെങ്കിൽ അവർക്ക് നല്ല പരിചയമുള്ള വസ്തുവാണ് മണ്ട. അത് പൊട്ടിക്കുന്നത് കണ്ടില്ലേ കുട്ടികൾ? ഈ ഭാഗത്ത് ഇങ്ങനെ വെച്ച് പൊട്ടിക്കും. ഉറപ്പുള്ളത് പൊട്ടിക്കാൻ സൈഡിലാണ് പല്ല്. എന്നാൽ ഒന്നുകൂടി നിങ്ങൾ ആലോചിക്കൂ, വലിയ വലിയ വസ്തുക്കളൊക്കെ ചെറിയ കുഴലിലൂടെയാണല്ലോ ആമാശയത്തിലേക്ക് നീങ്ങേണ്ടത്. അതുകൊണ്ട് തന്നെ ആമാശയത്തിലേക്ക് വസ്തുക്കൾ നീങ്ങണമെങ്കിൽ ഇതാദ്യം അരച്ചു കഴിയണം. അരക്കാൻ വേണ്ടിയുള്ള പല്ല് അതാ ഉള്ളിൽ വലിയ പല്ലുകളായി നമുക്ക് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. ആ പല്ല് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? വളരെ ശക്തിയുള്ള പല്ല്, വളരെ ഉറപ്പുള്ള പല്ല്, അത് ഉള്ളിലാണ് വെച്ചത്. മുറിച്ചെടുത്ത വസ്തു, പൊട്ടിച്ചെടുത്ത വസ്തു സുരക്ഷിതമായി അത് ചവക്കാനുള്ള സംവിധാനം. എന്നാൽ ചവക്കുന്ന സമയത്ത് പുറത്തേക്ക് തള്ളിപ്പോകാത്ത വിധം അതിന് കവർ ചെയ്തിട്ടുണ്ടല്ലോ.
അങ്ങനെ അതിന്റെ ഉള്ളിൽ വെച്ച് അങ്ങനെ ചവക്കുന്ന പല്ല്, ആ പല്ല് ചവച്ച് അരച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്റെ കുട്ടിക്കാലത്ത് അടുക്കള ജോലിയിൽ ഞാൻ ഉമ്മയെ സഹായിക്കുന്ന സമയം ഉമ്മ അരക്കുന്നത് കാണാറുണ്ട്. അമ്മിയുടെ മേലെ വസ്തുവിട്ട് കുട്ടി ഇങ്ങനെ നീക്കി അരക്കുന്ന കാലമാണ്. ആ കാലത്ത് ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടഞ്ഞുകൊണ്ടാണ് ഉമ്മ അരക്കുന്നത് കണ്ടത്. അരവ് നടക്കാൻ വെള്ളം വേണം. തൊള്ളയിൽ അപ്പപ്പോൾ ആവശ്യമായ വെള്ളം അതാ അല്ലാഹു സംവിധാനിച്ചിരിക്കുന്നു. ഓട്ടോമാറ്റിക്കായി വെള്ളം വന്നുകൊണ്ടിരിക്കുന്നു. അരച്ചുകൊണ്ടിരിക്കുമ്പോൾ വെള്ളം വന്നുകൊണ്ടിരിക്കുന്നു. ആ ഉമിനീരും കൂട്ടി അരക്കുമ്പോൾ അല്ലാഹു വെച്ച സംവിധാനം കണ്ടോ നിങ്ങൾ? താഴെ താടിയല് നിങ്ങൾ വലത്തോ ഇടത്തോ മുന്നിലോ പിന്നിലോ വലിച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങും. നിങ്ങളൊന്ന് വലിച്ചു നോക്കൂ, ഏത് ഭാഗത്തേക്കും താഴെ താടിയല് നീങ്ങും. അതുകൊണ്ട് തന്നെ പല്ലങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങും. പക്ഷേ മേലെ താടിയല് അത് നിങ്ങൾ എങ്ങോട്ട് വലിച്ചാലും നീങ്ങുകയില്ല, അതൊരേ നൃത്തം നിൽക്കും. കാരണം അരവ് നടക്കണമെങ്കിൽ അമ്മിയും കുട്ടിയും ഒരേ സമയത്ത് കറങ്ങാൻ പാടില്ല. അമ്മി കറങ്ങുമ്പോൾ കുട്ടി കറങ്ങരുത്, കുട്ടി കറങ്ങുമ്പോൾ അമ്മി കറങ്ങരുത്. പഴയകാലത്ത് അമ്മി എവിടെ നിൽക്കുകയും കുട്ടി കറങ്ങുകയും ചെയ്യുന്നതാണ് പഴയകാല സ്വഭാവം. ഇപ്പോൾ പല സ്ഥലത്തും ഖിയാമത്ത് നാളാണല്ലോ, ചെറിയ കുട്ടികൾ വീട്ടിലിരുന്നിട്ട് പ്രായമുള്ളവർ അങ്ങാടിയിൽ പോയി വസ്തു വാങ്ങിക്കൊണ്ടുവരുന്ന കാലമാണല്ലോ. ഇപ്പോൾ കുട്ടി എവിടെ നിന്നിട്ട് അമ്മി കറങ്ങലാണ് പതിവ്. എന്നാ സഹോദരന്മാരെ, ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ തൊള്ളയിൽ അരവിന്റെ സംവിധാനം അല്ലാഹു വെച്ചൊരു രൂപമാണ്. മേലെ താടിയിൽ അനങ്ങുന്നില്ല, താഴെ താടിയിൽ നീങ്ങിക്കൊണ്ടിരിക്കുന്നു. അരക്കാനുള്ള സംവിധാനം. എന്നാൽ ഈ തൊള്ളയിൽ ആദ്യം ഭക്ഷണം എത്തണ്ടേ? അതിനല്ലാഹു ചെയ്തതെന്താണ്? നമ്മുടെ ശരീരത്തിൽ അല്ലാഹു തന്ന അത്ഭുതകരമായ ഒരു സൃഷ്ടി അതല്ലേ നമ്മുടെ കൈ. വലിയ അത്ഭുതമല്ലേ കൈയിന്റെ സ്വഭാവം? അതേ, മേലെയുള്ള വസ്തുക്കൾ പറിച്ചെടുക്കാൻ, മാങ്ങ പറിക്കാൻ, തേങ്ങ പറിക്കാൻ, വാഴക്കയിൽ നിന്ന് അതാ കായ ഇരിഞ്ഞെടുക്കാൻ ഈ കൈ മേൽപോട്ടുയർത്താം. എന്നാൽ കിഴങ്ങ് കളച്ചെടുക്കാൻ ഒന്ന് കുനിഞ്ഞാൽ ഭൂമിയുടെ ഉള്ളിലേക്കും ഇതേ കൈ തന്നെ കൊണ്ടുപോകാം. അതേ കൈ കൊണ്ട് തന്നെ വിത്തിടാം, കള പറിക്കാം, കൊയ്തെടുക്കാം, വളം ചേർക്കാം. ആ കൈ കൊണ്ട് തന്നെ മനുഷ്യന് വസ്തുക്കൾ മുറിച്ചിടാം, അതേ പാത്രത്തിലിടാം. പാത്രത്തിലിട്ടതിന് ശേഷം അടുപ്പിന്റെ മേലെ അടുത്തു പോയി വെക്കുമ്പോ തീ കൊണ്ട് ചൂടാവുകയോ ശരീരത്തിലെ വസ്ത്രത്തിൽ തീ പിടിക്കുകയോ ചെയ്യാതിരിക്കാൻ ദൂരെ നിന്ന് പാത്രമെടുത്ത് ദൂരെയുള്ള അടുപ്പിലേക്ക് നീട്ടിവെക്കാനുള്ള സംവിധാനം ഈ കൈക്ക് അല്ലാഹു തന്നിട്ടുണ്ട്. അതേ കൈകൊണ്ട് തന്നെ വെള്ളത്തിൽ വീണാൽ നീന്തി കരക്ക് പോകാനുള്ള സംവിധാനം അല്ലാഹു തന്നിട്ടുണ്ട്. അതേ കൈകൊണ്ട് തന്നെ നിങ്ങൾ ചിന്തിച്ചോ, അടക്കി ഒതുക്കി വെച്ചാൽ അത് അടങ്ങി ഒതുങ്ങി നിൽക്കും. സമിഅല്ലാഹു ലിമൻ ഹമീദ എന്ന് പറഞ്ഞതിന് ശേഷം അടക്കി വെക്കുകയാണ് വേണ്ടത്. ചില ആളുകൾ ക്ലോക്കിന്റെ പെൻഡലാട്ടം പോലെ അട്ടിക്കളയാറുണ്ട്. അത് നിസ്കാരം ബാത്തിലാകാൻ കാരണമാണ്. ഇരിക്കട്ടെ സഹോദരന്മാരെ, അടക്കി ഒതുക്കി വെച്ചാൽ അവിടെ നിൽക്കും. അതേ കൈ തന്നെ നിവർത്തിയാല് നീരും. ആ കൈ തന്നെ എത്ര മടക്കുകളാണ്, എത്ര സന്ധികളാണ്. ചിലരൊക്കെ JCB കണ്ടാൽ, JCBയുടെ വർക്ക് കണ്ടാൽ അത് നോക്കി നിൽക്കുന്നവരുണ്ട്. മനുഷ്യ, JCB അല്ല അത്ഭുതം. അത്ഭുതം എന്റെയും നിന്റെയും ശരീരത്തിലുള്ള കൈയാണ്. ഈ കൈ നിങ്ങൾ നോക്കൂ, JCBയുടെ കൈ കൊണ്ട് അതിന്റെ ശരീരം മുഴുക്കെ തൊടാൻ JCBക്ക് സാധ്യമല്ല. നമ്മുടെ കൈ കൊണ്ട് നമ്മുടെ ശരീരത്തിലെത്താത്ത സ്ഥലങ്ങളില്ല. അതുകൊണ്ട് തന്നെ നാം കുളിക്കുന്ന സമയത്ത് നമ്മുടെ പുറം ഒന്ന് തേച്ച് കിട്ടാൻ നമ്മൾ ഇമാം ജമാഅത്തുമായി കുളിക്കേണ്ടതില്ല, സ്വന്തം തന്നെ കുളിച്ചാൽ മതി. നമ്മുടെ കൈ എവിടെയും എത്തുന്നു. ഇനി നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ, ആ കൈയിന്റെ വിരലുകൾ അല്ലാഹു സൃഷ്ടിച്ചത് എങ്ങനെയാണ്? ആ വിരലുകൾ വെവ്വേറെ വിരൽ, ഇതൊന്ന് കൂട്ടിയിട്ട് ഒരു കോരി പോലെയാണ് സൃഷ്ടിക്കുന്നതെങ്കിൽ നിങ്ങൾ ആലോചിച്ചു നോക്കൂ, നമ്മൾ അയക്കൂറ തിന്നലെങ്ങിനെ, മത്സ്യം തിന്നലെങ്ങിനെ? കാരണം മുള്ളു മാറ്റിയിട്ട് വേണ്ടേ തിന്നാൻ. അതിന് വിരലുകൾ ക്ലിപ്പായി ഒരു കൊക്കയായി തന്നെ പ്രവർത്തിക്കണ്ടേ? അതിന് വെവ്വേറെയായി മത്സ്യം അതിൽ നിന്ന് അതിന്റെ മാംസഭാഗം എടുത്ത് മുള്ളു നീക്കാൻ അല്ലാഹു വെച്ചു. അല്ലാഹു ജല്ല ജലാലുഹു പരിശ്രമം നടത്തണമെന്ന നിലക്കാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. അതുകൊണ്ടാണല്ലോ മത്സ്യത്തെ അല്ലാഹു തആല ഇവിടെ കരക്ക് സൃഷ്ടിച്ചിട്ടില്ല. മനുഷ്യൻ കടലിൽ പോകണം, അധ്വാനിക്കണം, പോരാ
ആ മത്സ്യം പിടിച്ചുകൊണ്ടുവന്ന് മുറിച്ചു തിന്നാൻ മനുഷ്യൻ അധ്വാനിക്കണം. അധ്വാനിച്ച് ജീവിക്കണം എന്നതിന് മനുഷ്യന് പഠനങ്ങളാണ്, പാഠങ്ങളാണ്. ഞാൻ ചിന്തിക്കാറുണ്ട്, ഞങ്ങളുടെ നാട്ടിലൊക്കെ മുള്ളുവാള എന്ന് പറയുന്ന ഒരു മത്സ്യമുണ്ട്. തിരിച്ചും മറിച്ചും മുള്ളാണ്, നല്ല രുചിയുമാണ്. റബ്ബേ, ഇത് അല്ലാഹു തആല ഇത്ര നല്ല രുചിയുള്ള ഒരു മത്സ്യം ഇങ്ങനെ മുള്ളു കൊടുത്തെന്തിനാണ് സൃഷ്ടിച്ചത് എന്നൊരാൾ ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും. ഈ ലോകത്ത് നന്മ കിട്ടണമെങ്കിൽ തിന്മയിൽ നിന്ന് നന്മയെ മാത്രം എടുത്ത് അനുഭവിച്ച് ജീവിക്കാൻ പ്രയാസപ്പെടണം എന്നത് മനുഷ്യനെ പഠിപ്പിക്കാനാണ്. അതിന്റെ പേരിൽ മുള്ളുണ്ട് എന്ന് മനസ്സിലാക്കി ഒരു മത്സ്യവും തള്ളിക്കളയാൻ പാടില്ല. ഏത് വസ്തുവിലും നല്ലതുണ്ടാകാം, നല്ലത് സ്വീകരിക്കണം, മോശമുണ്ടാകാം, അത് വർജിക്കണം. ആ നിലക്കുള്ളൊരു നയപരമായ ജീവിതം മനുഷ്യൻ നയിക്കണമെന്നത് പഠിപ്പിക്കാനാണ്. ഇരിക്കട്ടെ, മത്സ്യം തിന്നാൻ ഈ വിരലുകൾ ഇങ്ങനെ തന്നെ വേണം. എന്നാൽ ഈ വിരൽ വെറും മത്സ്യം തിന്നാൻ മാത്രമാണോ? അല്ല, അതല്പം കൂട്ടിപ്പിടിച്ചാൽ ഇതൊരു മാന്തിയാണ്, രണ്ടെണ്ണം കൂട്ടിപ്പിടിച്ചാൽ ക്ലിപ്പാണ്. എന്നാൽ ഇതേ വിരലുകൾ തന്നെ നിവർത്തിയതിനു ശേഷം എല്ലാം കൂട്ടിപ്പിടിച്ചാൽ ഇതൊരു വൈപ്പറാണ്, എന്തും തുടക്കാനുള്ള സാധനമാണ്. അതേ സാധനം കൈ തന്നെ നമ്മൾ മുഷ്ടി ചുരുട്ടി പിടിച്ചാൽ ഇതൊരു മുട്ടിയാണ്. ഇതേ കൈ തന്നെ നിങ്ങൾ അവിടെ നിങ്ങൾ കമിഴ്ത്തി പിടിച്ചാൽ അത് മറ്റൊരു ഉപയോഗമാണ്. എന്നാൽ മലർത്തിപ്പിടിച്ചാലോ, അല്പം കോട്ടിയിട്ട് മലർത്തിപ്പിടിച്ചാൽ ഇതൊരു സ്പൂണാണ്, വെള്ളം കോരിയെടുക്കാൻ പറ്റുന്ന സ്പൂണാണ്. അതുകൊണ്ടാണല്ലോ നാം വധു എടുക്കുന്ന സമയത്ത് വായിൽ വെള്ളം കൊപ്പിളിക്കാൻ വേണ്ടി ആരും കയ്യിൽ കൊണ്ടുപോയി എടുക്കാറില്ല, സ്പൂണ് കൊണ്ടുവരാറില്ല. ഇത് നമ്മുടെ കൈ തന്നെ ഒരു സ്പൂണാണ്. രണ്ട് കൈയും കൂട്ടിപ്പിടിച്ചാലോ അതൊരു വലിയ കയ്യിലാണ്, 1 ലിറ്ററോളം വെള്ളം കൊള്ളുന്ന വസ്തുവാണ്. സുബ്ഹാനല്ലാഹ്, നിങ്ങൾ ഈ കയ്യിനെ സംബന്ധിച്ച് മാത്രം ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഇനി ഈ കയ്യിന്റെ വിരലിലുള്ള നഖം ഏത് വസ്തുവും തോല് പൊളിച്ചു തിന്നാൻ മനുഷ്യന് പര്യാപ്തമായ വിധം ഈ കയ്യിന്റെ വിരൽ അല്ലാഹു തആല സൃഷ്ടിച്ചത് കണ്ടില്ലേ? ഞാൻ നീട്ടി പറയുന്നില്ല, ഒരൊറ്റ കയ്യിന്റെ ഉദാഹരണം. ഇനി ഇതാ, ഞാൻ തിന്നുന്നില്ല, കൃഷി നടത്തുന്നില്ല, ഞാൻ ഇവിടെ കച്ചവടം ചെയ്യുന്നില്ല, നിങ്ങളോട് പ്രഭാഷണം നടത്തുകയാണ്. പക്ഷേ എന്റെ പ്രഭാഷണം നടത്തുന്ന സമയത്ത് എനിക്ക് ശരീരത്തിനും മനസ്സിനും സമാധാനം കിട്ടണമെങ്കിലും നിങ്ങൾക്ക് കാര്യം ഗ്രഹിക്കണമെങ്കിലും ഈ കൈകൊണ്ട് ഓരോ വിഷയങ്ങളും ചൂണ്ടിക്കാണിച്ചു കൊണ്ടിരിക്കുന്നു. അങ്ങനെ ഈ കയ്യിന്റെ പ്രവർത്തനങ്ങളുണ്ടോ പറഞ്ഞാൽ തീരുന്നു. സുബ്ഹാനല്ലാഹ്. ഇനി നിങ്ങൾ നിങ്ങളുടെ ശരീരത്തിലെ ഓരോ അവയവങ്ങളും എടുത്തൊന്ന് ചിന്തിച്ചു നോക്കൂ. മുഴുവനും അത്ഭുതങ്ങളല്ലേ, മുഴുവനും അനുഗ്രഹങ്ങളല്ലേ? ചോദിക്കട്ടെ, പ്രസവിക്കപ്പെട്ട അന്ന് മുതൽ ഇന്ന് വരെ മനുഷ്യൻ മൂത്രമൊഴിച്ചില്ലേ? അതിന്റെ ഗൗരവം നമുക്ക് മനസ്സിലായില്ല, അതിന്റെ മഹത്വം നമുക്ക് മനസ്സിലായില്ല. ഒരു ദിവസം മനുഷ്യന്റെ മൂത്രമങ്ങ് ബന്ധായപ്പോൾ, അല്ലെങ്കിൽ മലം ബന്ധായപ്പോൾ, അപ്പോഴല്ലേ മനസ്സിലാകുന്നത് 60-70 വർഷമായി ഇത്രയും കാലം മൂത്രമൊഴിക്കാനുള്ള അനുഗ്രഹം അള്ളാഹു തന്നപ്പോൾ അതിന്റെ വലിപ്പം മനസ്സിലായില്ല. ഒരു ദിവസം മൂത്രം ബന്ധായപ്പോൾ അത് വലിയ അനുഗ്രഹമാണെന്നത് അപ്പോൾ മനുഷ്യന് ബോധ്യപ്പെടുകയാണ്. ഇതുപോലെ ഓരോ സെക്കൻഡിലും ശ്വാസോച്ഛ്വാസം കഴിക്കുകയല്ലേ മനുഷ്യൻ? ഒരു സെക്കൻഡിൽ ശ്വാസമങ്ങ് നിലച്ചുപോയാൽ, ശ്വാസം മുട്ടിപ്പോയാൽ അപ്പോഴല്ലേ അതിന്റെ ഗൗരവം മനസ്സിലാകുന്നത്. ഓരോ സെക്കൻഡുകളിലും അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ എണ്ണിയാൽ നിങ്ങൾക്കത് തീർക്കാൻ സാധ്യമല്ല. ഇന്നല്ലാഹ ലഗഫൂറുർ റഹീം. നിശ്ചയം അല്ലാഹു ജല്ല ജലാലുഹു അവൻ ധാരാളമായി പുറത്തു തരുന്നവനാണ്. അവൻ വല്ലാതെ കാരുണ്യം ചെയ്യുന്ന റബ്ബാണ്. ഓ മുസ്ലിം സമൂഹമേ, ആ റബ്ബിലേക്ക് നിങ്ങളെ മനസ്സ് തിരിക്കുക. ഈ പാവപ്പെട്ട ഞാനും എന്റെ മനസ്സ് അല്ലാഹുവിലേക്ക് തിരിക്കുക. ഖുർആൻ മനുഷ്യനെ സംസ്കരിക്കുന്നത് അല്ലാഹുവിലേക്ക് ക്ഷണിച്ചുകൊണ്ടാണ്, അല്ലാഹുവിനെ സ്നേഹിക്കാൻ ആജ്ഞാപിച്ചുകൊണ്ടാണ്. വല്ലദീന ആമനൂ അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്. ഈമാനുള്ളവനെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് അല്ലാഹുവിനെ തന്നെ. അല്ലാഹുവിനെ സ്നേഹിക്കുന്നില്ലെങ്കിൽ പിന്നെ ആരെ സ്നേഹിക്കാനാണ് സഹോദരന്മാരെ? അവൻ തന്ന അനുഗ്രഹങ്ങൾ ഇപ്പോൾ അത് നീട്ടിപ്പറയാൻ സാധ്യമല്ല.
സൂറത്തുൽ ഫാത്തിഹ. അതിൽ തന്നെ ആ വിഷയങ്ങളൊക്കെ വിശദമായി പറയുന്നുണ്ടല്ലോ. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, അല്ലാഹു തരുന്ന അനുഗ്രഹങ്ങൾ ആരും കൊടുത്തതല്ല, അവന്റെ സ്വന്തമായുള്ള ഗുണങ്ങളാണ്. നമുക്ക് മാതാപിതാക്കൾ ഗുണം ചെയ്യുന്നുണ്ട്, ഗുരുനാഥന്മാര് ഗുണം ചെയ്യുന്നുണ്ട്, അതുപോലെ രാജാക്കന്മാര് ഗുണം ചെയ്യുന്നുണ്ട്, അതുപോലെ പലരും ഗുണം ചെയ്യുന്നുണ്ട്. പക്ഷെ ഏത് ഗുണങ്ങൾ നോക്കിയാലും സൃഷ്ടിയുടെ ഗുണങ്ങളെല്ലാം സൃഷ്ടാവ് നൽകുന്ന ഗുണങ്ങളാണ്. സർവ അനുഗ്രഹത്തിന്റെയും കാരണക്കാരനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വമാ അർസൽനാക ഇല്ലാ റഹ്മതൻ ലിൽ ആലമീൻ. സർവലോകത്തുമുള്ള സർവകാലത്തുമുള്ള സർവ സൃഷ്ടികൾക്കും അനുഗ്രഹം ചെയ്യുന്നവരായി അല്ലാഹു നിയോഗിച്ചയച്ച സർവാനുഗ്രഹത്തിന്റെയും കാരണക്കാരൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാം ശാഫിഈ റഹിമഹുല്ലാഹ് അവിടുന്ന് കിതാബുർ റിസാലയുടെ തുടക്കത്തിൽ ചൊല്ലിയ സലാത്തിൽ പറഞ്ഞില്ലേ, ഫലം തുംസിബിനാ നിഅമത്തുൻ ളഹറത് വബതനത് നിൽനാ ബിഹാ ഹല്ലൻ ഫീ ദീനിൻ വദുനിയാ ഔ ദുഫിഅ ബിഹാ അന്നാ മക്റൂഹുൻ ഫീഹിമാ വഫീ വാഹിദിൻ മിൻഹുമാ ഇല്ലാ വമുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി സബബുഹാ. ദുനിയാവിലും ആഖിറത്തിലുമുള്ള എന്തെല്ലാം നന്മകൾ നമുക്ക് ലഭിക്കുന്നുണ്ടോ, ഏതെല്ലാം വിഷമങ്ങൾ തടുക്കപ്പെട്ടു പോകുന്നുണ്ടോ, എല്ലാറ്റിനും കാരണക്കാരനാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ സൃഷ്ടാവ് ഏറ്റവും വലിയ കാരണക്കാരനായി നിശ്ചയിച്ച നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരെ അല്ലാഹു നൽകുന്നത് കൊണ്ട് ഗുണം ചെയ്യാനല്ലാതെ ഒരാൾക്കും സാധ്യമല്ലല്ലോ. എല്ലാ ഗുണങ്ങളും അല്ലാഹുവിങ്കൽ നിന്ന്. ആരെന്ത് ഗുണം ചെയ്താലും അത് നൽകുന്നവൻ അല്ലാഹു തന്നെ. ആകയാൽ അല്ലാഹുവിന്റെ ഗുണം അവന്റെ സ്വന്തമാണ്. മറ്റുള്ളവരാരിൽ എന്ത് കിട്ടിയാലും അത് അല്ലാഹു നൽകുന്നത് മാത്രമാണ്. അങ്ങനെ അല്ലാഹുവിന്റെ അനുഗ്രഹം വ്യത്യസ്തമാണ്. ഇനി നിങ്ങൾ കണ്ടില്ലേ, ഖുർആനതല്ലേ പറഞ്ഞത്, വമൻ നസ്റു ഇല്ലാ മിൻ ഇൻദില്ലാഹിൽ അസീസിൽ ഹകീം. ഏത് സഹായം ആരിൽ നിന്ന് ലഭിച്ചാലും ഉന്നതനും ഹകീമുമായ അല്ലാഹുവിങ്കൽ നിന്നാണ്. സഹോദരന്മാരെ, ആ റബ്ബ് സുബ്ഹാനഹു വ തആല തരുന്ന അനുഗ്രഹം അത് മാത്രമേ ആരിൽ നിന്നും കിട്ടുന്നുള്ളൂ. രണ്ടാമതായി നിങ്ങൾ അല്ലാഹുവിനെ സംബന്ധിച്ച് ഒന്നുകൂടി ആലോചിക്കൂ. അല്ലാഹു നമുക്ക് ഗുണം ചെയ്യുന്നത് അവൻ അങ്ങോട്ട് ഗുണം കിട്ടാനല്ല. ഏത് സൃഷ്ടികൾ നമുക്ക് നന്മ ചെയ്യുന്നതും ഗുണം ചെയ്യുന്നതും അവർക്ക് നന്മ കിട്ടണം എന്ന ഉദ്ദേശത്തിലാണ്. ഉദാഹരണത്തിന്, മാതാപിതാക്കൾ നമുക്ക് ഗുണം ചെയ്തു, നാം നമ്മുടെ സന്താനങ്ങൾക്ക് ഗുണം ചെയ്യുന്നു. എന്താണ് കാര്യം? ഞാൻ എന്റെ മക്കൾക്ക് ഗുണം ചെയ്യുന്നത് ആ മക്കൾ മുഖേന ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹു എനിക്ക് ഗുണം തരാനാണ്. ഞാൻ നിങ്ങളോട് പ്രസംഗിക്കുന്നത് ഈ പ്രസംഗം മുഖേന എനിക്ക് അല്ലാഹു നന്മ ചെയ്യാനാണ്. നിങ്ങൾ ഈ പാവപ്പെട്ടവന്റെ സദസ്സിൽ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഗുണം കിട്ടാനാണ്. ഇവിടെ കഠിനാധ്വാനം ചെയ്യുന്ന പ്രവർത്തകന്മാര് പ്രവർത്തിക്കുന്നത് അവർക്ക് നന്മ അല്ലാഹു നൽകാനാണ്. കൊടുക്കാൻ പാവപ്പെട്ട എനിക്ക് കഴിവില്ലല്ലോ, നിങ്ങൾക്ക് കഴിവില്ലല്ലോ. കൊടുക്കുന്നവനും തടയുന്നവനും അല്ലാഹു മാത്രമാണല്ലോ. ആ അല്ലാഹുവിങ്കൽ നിന്ന് കിട്ടാൻ വേണ്ടി നാം പരിശ്രമിക്കുന്നു. അങ്ങനെ ഏത് ഗുണം നമ്മൾ ചെയ്യുമ്പോഴും അതിന് പകരം അല്ലാഹുവിങ്കൽ നിന്നെങ്കിലും കിട്ടണമെന്ന് നാം ആഗ്രഹിക്കുന്നു. എന്നാൽ അല്ലാഹു നമുക്ക് ഗുണം ചെയ്യുന്നതോ പകരം അവൻ ആരിൽ നിന്നും കിട്ടാനല്ല, പകരം ആരും അവന് കൊടുക്കാനല്ല, അവൻ അതിന്റെ ആവശ്യവുമില്ല. വനിയുൻ അനിൽ ആലമീൻ. സർവലോകത്തുമുള്ള സർവസൃഷ്ടികളിൽ നിന്നും ഐശ്വര്യമുള്ള രാജാവ്. ഒരു മനുഷ്യന്റെയും ഒന്നും അവൻ ആവശ്യമില്ല. ഈ പാവപ്പെട്ടവന്റെ പ്രസംഗം അല്ലാഹുവിന് ആവശ്യമില്ല.
നിങ്ങളെ പ്രവർത്തനം അല്ലാഹുവിന് ആവശ്യമില്ല, നമ്മുടെ ഒരു അമലും അല്ലാഹുവിന് ആവശ്യമില്ല, നമ്മുടെ നോമ്പും നിസ്കാരവും അല്ലാഹുവിന് ആവശ്യമില്ല. നമുക്ക് ആവശ്യമുണ്ട്. നമ്മുടെ നിസ്കാരം നമ്മുടെ ആവശ്യത്തിനാണ്, നമ്മുടെ പ്രവർത്തനം നമ്മുടെ ആവശ്യത്തിനാണ്, എന്റെ പ്രസംഗം എന്റെ ആവശ്യത്തിനാണ്, നിങ്ങളെ സദസ്സ് നിങ്ങളെ ആവശ്യത്തിനാണ്. എല്ലാവർക്കും അല്ലാഹുവിന്റെ അനുഗ്രഹം വേണം. അല്ലാഹുവിന് ഒരാളിൽ നിന്നും ഒന്നും ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ ആ റബ്ബ് ചെയ്യുന്ന ഗുണങ്ങൾ സൃഷ്ടികൾ ചെയ്യുന്ന ഗുണങ്ങൾ പോലെയല്ല, അവന്റേത് പൂർണ്ണമായി ഔദാര്യമാണ്. ഒരു ലക്ഷ്യവും ഇല്ലാതെ അഥവാ എന്തെങ്കിലും ഇങ്ങോട്ടൊരു ഉപകാരം ലഭിക്കണമെന്ന ഉദ്ദേശമില്ലാതെ പൂർണ്ണമായ ഔദാര്യമാണ്. അങ്ങനെ ഔദാര്യം ചെയ്യുന്ന രാജാവിനെ സ്നേഹിക്കൽ അനിവാര്യമല്ലേ സഹോദരന്മാരെ? ഈമാൻ മനസ്സിലുള്ളവനാണോ? വല്ലദീന ആമനൂ അസദ്ദു ഹുബ്ബൻ ലില്ലാഹ്, അവന്റെ സ്നേഹം ഏറ്റവും കൂടുതലായി അല്ലാഹുവിനോടാണ്. ആ റബ്ബിനെ എങ്ങനെ സ്നേഹിക്കാതിരിക്കും? അവന്റെ കാരുണ്യത്തിന്റെ പവർ ഒന്ന് നോക്കൂ നിങ്ങൾ. എന്തേ ഞാൻ എന്റെ പെന്ന് ഞാൻ ഒരാൾക്ക് എഴുതാൻ കൊടുത്തു, അദ്ദേഹം എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഇഷ്ടപ്പെടാത്തത് എഴുതാൻ തുടങ്ങിയാൽ എന്റെ പെന്ന് ഞാൻ തിരിച്ചു ചോദിക്കില്ലേ? ചോദിക്കട്ടെ സഹോദരന്മാരെ, നിങ്ങൾ ഇഷ്ടപ്പെടാത്തത് ഞാൻ ഈ പ്രസംഗത്തിൽ പറഞ്ഞാൽ നിങ്ങൾ പ്രതിഷേധിച്ചിറങ്ങിപ്പോകില്ലേ? അല്ലെങ്കിൽ സ്റ്റേജിൽ നിന്ന് പിടിച്ചിറക്കില്ലേ? ഇനിയും ചോദിക്കട്ടെ, നിങ്ങളെ വീട്ടിൽ വന്നിട്ട് ഞാൻ ഇഷ്ടപ്പെടാത്തത് ചെയ്താൽ നിങ്ങൾ ഇറങ്ങടാ, ഗെറ്റ് ഔട്ട് പറയില്ലേ? ഇത് സാധാരണ ഏത് ഗുണം ചെയ്യുന്നവന്റെയും സ്വഭാവമല്ലേ? എന്നാൽ ലോകത്തിന്റെ മുഴുവനും അധിപനായ രാജാവിന്റെ നയം നിങ്ങൾ കണ്ടോ? വറബ്ബുക്കൽ ഗഫൂറു ദുർ റഹ്മ ലൗ യുആഖിദുഹും ബിമാ കസബൂ ലഅജ്ജല ലഹുമുൽ അദാബ്. വറബ്ബുക്കൽ ഗഫൂറു ദുർ റഹ്മ, നിങ്ങളുടെ നാഥൻ വല്ലാതെ പൊറുക്കുന്ന നാഥൻ, വല്ലാതെ മാപ്പ് ചെയ്യുന്ന രാജാവ്. ദുർ റഹ്മ, വല്ലാതെ അനുഗ്രഹം ചെയ്യുന്ന രാജാവ്. അവൻ കൊടുത്ത കണ്ണുകൊണ്ടതാ മനുഷ്യൻ ഹറാമിലേക്ക് നോക്കുന്നു, അവൻ കൊടുത്ത കാതുകൊണ്ടതാ മനുഷ്യൻ ഹറാമ് കേൾക്കുന്നു, മനുഷ്യൻ ഹറാം അവൻ കൊടുത്ത നാവ് കൊണ്ട് സംസാരിക്കുന്നു, അവൻ കൊടുത്ത വയറ്റിൽ ഹറാമ് കഴിക്കുന്നു, അവൻ കൊടുത്ത മനസ്സിൽ ഹറാമ് ചിന്തിക്കുന്നു, അവൻ കൊടുത്ത കൈ കൊണ്ട് ഹറാമ് പിടിക്കുന്നു, അവൻ കൊടുത്ത കാലുകൊണ്ട് ഹറാമിലേക്ക് നടക്കുന്നു, അവൻ കൊടുത്ത അവയവങ്ങൾ ഓരോന്നും അതാ മനുഷ്യൻ അവൻ ഹറാമാക്കിയ അവൻ ഇഷ്ടപ്പെടാത്തതിൽ ചെലവഴിക്കുന്നു. അവനത് കാണുന്നുണ്ട്, അവനതറിയുന്നുണ്ട്, അവന്റെ മലക്കുകൾ റെക്കോർഡ് ചെയ്യുന്നുണ്ട്, അവനെല്ലാം കാണുന്നുണ്ട്. അതേ, അവൻ രഹസ്യമറിയുന്നുണ്ട്, പരസ്യമറിയുന്നുണ്ട്, മനസ്സിന്റെ ഉള്ളിലെ വിചാരങ്ങൾ അറിയുന്നുണ്ട്. ഓ മനുഷ്യ, പ്രസംഗിക്കുന്ന സമയത്ത് പ്രസംഗകന്റെ മനസ്സിൽ അഹങ്കാരം വരുന്നുണ്ടോ? ആ രാജാവ് അറിയുന്നുണ്ട്. കേൾക്കുന്നവന്റെ മനസ്സിൽ ദുരുദ്ദേശമുണ്ടോ? ആ രാജാവ് അറിയുന്നുണ്ട്. ഏത് ചലനം നടത്തുമ്പോഴും എല്ലാം അറിയുന്ന രാജാവ്, ആ രാജാവ് മനുഷ്യന്റെ മനസ്സും ശരീരവും പ്രവർത്തനങ്ങളും രാത്രിയും പകലും ഒരുപോലെ അറിയുന്ന രാജാവ്. ലാ തഖുദുഹു സിനത്തും വലാ നൗം, അവന് തൂങ്ങി ഉറക്കമില്ല. അവൻ നന്നായി കിടന്നുറങ്ങുന്നത് കൊണ്ടാണോ? അല്ല. വലാ നൗം, അവന് തീരെ ഉറക്കം ഇല്ല. ലാ തഖുദുഹു സിനത്തും വലാ നൗം, സർവ്വ ഗാലക്സികളെയും നക്ഷത്രങ്ങളെയും ഗോളങ്ങളെയും എല്ലാ സസ്യങ്ങളെയും മത്സ്യങ്ങളെയും എല്ലാ മനുഷ്യരെയും മലക്കുകളെയും ജിന്നുകളെയും അവനതാ പോറ്റി വളർത്തിക്കൊണ്ടിരിക്കുന്നു. എല്ലാ ഉറുമ്പുകൾക്കും അവൻ സംരക്ഷണം നൽകുന്നു. ആനകളെയും അവൻ തന്നെ പോറ്റി വളർത്തുന്നു. എല്ലാ ജീവജാലങ്ങളെയും അവൻ തന്നെ പോറ്റി വളർത്തുന്നു. ആ രാജാവ് ഒന്നും അറിയാത്തതില്ല. ആ രാജാവ് ഞാനും നിങ്ങളും ചെയ്യുന്ന തെറ്റുകൾ അവൻ അറിയുന്നു. ഏത് നടപടിയും സ്വീകരിക്കാൻ അധികാരമുണ്ടായിട്ടും സുബ്ഹാനല്ലാഹ്, അവന്റെ അധികാരം അവൻ പ്രവർത്തിക്കുന്നില്ല. അവനതാ ദയ ചെയ്യുകയാണ്, മാപ്പ് ചെയ്യുകയാണ്. വറബ്ബുക്കൽ ഗഫൂറു ദുർ റഹ്മ, വല്ലാതെ മാപ്പ് ചെയ്യുന്ന നാഥൻ,
ദുർറഹ്മ, വല്ലാതെ അനുഗ്രഹം ചെയ്യുന്ന നാഥൻ. കേട്ടിട്ടില്ലേ നിങ്ങൾ സഹോദരന്മാരെ, സജ്ജനങ്ങളിൽപ്പെട്ട ഒരു മഹാൻ പൊട്ടിക്കരഞ്ഞു. എപ്പോഴാ പൊട്ടിക്കരഞ്ഞത്? പൊട്ടിക്കരഞ്ഞത് പരിശുദ്ധ ഖുർആനിൽ ഒരായത്ത് ഓതിയപ്പോഴാണ്. ഏതാണ് ആയത്ത്? മഹാനായ കലീമുല്ലാഹി മൂസ അലൈഹി സ്വലാത്തു വസ്സലാം വലിയ പരീക്ഷണങ്ങൾക്ക് വിധേയമായ റസൂലാണ്. സുബ്ഹാനല്ലാഹ്, ജനിക്കുമെന്ന വിവരം കിട്ടിയതിന്റെ പേരിൽ, അതേ വളരുമെന്ന വിവരം കിട്ടിയതിന്റെ പേരിൽ പടച്ചവന്റെ തീരുമാനത്തെ മറികടക്കാമെന്ന നിലക്ക് ചിന്തിച്ച ധിക്കാരിയായ അഹങ്കാരിയായ രാജാവ് ഫറോവ ചക്രവർത്തി, ആ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജന്മം, ആ ജന്മവും വളർച്ചയും ഭയപ്പെട്ടിട്ട് പാവപ്പെട്ട എത്രയോ ചെറിയ കുട്ടികളെ കൊന്നൊടുക്കാൻ ഓർഡർ ചെയ്തതാണ്. പക്ഷേ സർവ അധികാരത്തിന്റെയും ഉടമസ്ഥനായ റബ്ബ്, ആ റബ്ബിനുണ്ടോ അവന്റെ തീരുമാനം നടപ്പാക്കാൻ വല്ല പ്രയാസവും? മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്ന കുട്ടിയെ ഫിർഔനിന്റെ കൊട്ടാരത്തിൽ വെച്ചല്ലേ അല്ലാഹു തആല വളർത്തിയത്. സ്വന്തം ഉമ്മ മുല കൊടുക്കുന്ന വകയിൽ, അതേ ഫിർഔനിന്റെ വകയിൽ ഉമ്മാക്ക് ശമ്പളം കൊടുപ്പിച്ച രാജാവല്ലേ അല്ലാഹു തആല. സ്വന്തം കുട്ടിക്ക് മുല കൊടുത്ത സ്വന്തം ഉമ്മക്ക് ഫിർഔനിന്റെ വകയിൽ ശമ്പളം കൊടുക്കണമെന്ന പടച്ചവന്റെ തീരുമാനം. കാരണം എന്റെ തീരുമാനം മറികടക്കാൻ ആൺമക്കളെ കൊല്ലുന്ന രാജാവല്ലേ. എന്റെ തീരുമാനം ഇങ്ങനെയാണ്. ആ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അവസാനം അതാ ജനങ്ങളെ സന്മാർഗത്തിലേക്ക് നയിക്കാൻ അധികാരം നൽകി പറഞ്ഞേക്കുമ്പോ സുബ്ഹാനദല്ല ജലാലുഹു, നിങ്ങൾ കണ്ടില്ലേ, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആവശ്യപ്പെടുന്നു, എന്റെ സഹോദരൻ ഹാറൂനെയും കൂടി എനിക്ക് സദാ സഹായത്തിന്, എനിക്ക് ശക്തി പകരാൻ വേണ്ടി ഒരു കൂട്ടുകാരൻ വേണം. അത് എന്റെ സഹോദരൻ തന്നെ ആകട്ടെ, ഹാറൂൻ അലൈഹിസ്സലാം. സഹകരണം കൊണ്ടാണ് ദീനീ പ്രവർത്തനം, സഹകരണത്തിലൂടെയാണ് വിജയം. സംഘടിതമായി പ്രവർത്തിക്കുമ്പോഴാണ് നന്മ. ഇത് നമ്മളെ പഠിപ്പിക്കാനും കൂടിയാണ്. ദീനിന്റെ ദഅവത്തല്ലേ നമ്മുടെ ലക്ഷ്യം. സുന്നത്ത് ജമാഅത്തിന്റെ ഖാദിമീങ്ങൾ എപ്പോഴും ഓർക്കണം, അല്ലാഹുവിന്റെ ദീനിന്റെ പ്രവർത്തകന്മാർ ഓർക്കണം. ഒറ്റക്കെട്ടായുള്ള പ്രവർത്തനങ്ങൾക്കാണ് എവിടെയും ബറക്കത്ത്, എവിടെയും അവിടെയാണ് സഹായം. സഹകരിച്ചുകൊണ്ടുള്ള പ്രവർത്തനം ഒരാൾ ഒറ്റയ്ക്ക് പ്രവർത്തിക്കുന്നത് പോലെ അല്ല. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം സഹകരണത്തിന് ഒരാളെ ചോദിച്ചു വാങ്ങുകയാണ്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ചോദിച്ചതുപോലെ അല്ലാഹു ഹാറൂൻ നബി അലൈഹി സ്വലാമിനെ അയക്കുകയാണ്. ആ ഹാറൂൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെയും മൂസാ നബിയെയും അയക്കുമ്പോ പ്രബോധന പ്രവർത്തനം നടത്തുന്നവർക്ക് ഖിയാമത്ത് നാൾ വരെ പാഠം പഠിക്കാനും പടച്ചവന്റെ അനുഗ്രഹത്തെ സംബന്ധിച്ച് ചിന്തിക്കാനും അല്ലാഹു പറഞ്ഞത് കണ്ടോ നിങ്ങൾ? എന്താ പറയുന്നത്? ഓ മൂസാ, ഓ ഹാറൂൻ, നിങ്ങൾ പോകുന്നത് എവിടെയാണ്? ധിക്കാരിയായ രാജാവിന്റെ സമീപത്താണ്. അവനെപ്പോലൊരു ധിക്കാരി വേറെ ആരാണ്? അന റബ്ബുക്കുമുൽ അഅ്ലാ, ഞാനാണ് ഉന്നതനായ റബ്ബെന്ന് വാദിച്ച ധിക്കാരിയും അഹങ്കാരിയും. ഞാനാണ് നിങ്ങളെ റബ്ബെന്ന് വാദിച്ച മറ്റൊരാൾ ഉണ്ടായോ? വല്ലാത്ത ധിക്കാരി തന്നെ, വല്ലാത്ത അഹങ്കാരി തന്നെ. ഞാനിങ്ങനെ ചിന്തിച്ചു, എന്താണ് ഫിർഔനിന്റെ വിഡ്ഢിത്തം? എന്താണ് അവന്റെ വിഡ്ഢിത്തം? എത്ര ആഴമുള്ളതാണ്? കാരണം ഞാനാണ് റബ്ബെന്ന് പറയുന്ന ഫിർഔൻ, അവൻ ചിന്തിച്ചില്ലല്ലോ അവന്റെ ശരീരത്തിൽ ഒരു ടാങ്കി ഇല്ലേ? എന്ത് ടാങ്കി? നജസിന്റെ ടാങ്കി, മാലിന്യം പേറി നടക്കുന്ന ഒരു ടാങ്കി അവന്റെ ശരീരത്തിൽ ഇല്ലേ? നമുക്കെല്ലാവർക്കും ഇല്ലേ ഒരാമാശയം? സുബ്ഹാനല്ലാഹ്, അതിന്റെ ഉള്ളിൽ കസ്തൂരിയാണോ? അതിന്റെ ഉള്ളിൽ മുത്താണോ? അതിന്റെ ഉള്ളിൽ പൊന്നാണോ? ഈ ക്ലാസ് നജസും പേറി നടക്കുന്നവനല്ലേ മനുഷ്യൻ? ചോദിക്കട്ടെ, ചിലപ്പോഴൊക്കെ നമ്മക്കും തോന്നാറില്ലേ ഞാൻ തരക്കേടില്ലെന്ന്? നമ്മക്കും ചിലപ്പോ തോന്നാറില്ലേ തിരിക്കും മറിക്കുമെന്നൊക്കെ? സുബ്ഹാനല്ലാഹ്, അങ്ങനെ ഒരു അഹങ്കാരത്തിന് വഴിയുണ്ടോ മനുഷ്യന്? ഒരിക്കലുമില്ലല്ലോ. ഖുർആൻ പറഞ്ഞില്ലേ, തിൽക്കദ്ദാറുൽ ആഖിറതു നജ്അലുഹാ ലില്ലദീന ലാ യുരീദൂന ഉലുവൻ ഫിൽ അർളി വലാ ഫസാദാ വൽ ആഖിബതു ലിൽ മുത്തഖീൻ. പാരത്രിക ലോകത്ത് വിജയം കൈവരിക്കണോ?
ഭൂമിയിൽ ഞാനൊരു ഉന്നതനാകണമെന്ന ചിന്ത ഉണ്ടാകാതെ, ഉന്നതനാകുന്നതിന് വിരോധമില്ല, ഔന്നത്യം ലഭിക്കുന്നതിന് വിരോധമില്ല. സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ലോകമൊട്ടാകെ അടക്കി ഭരിച്ച രാജാവല്ലേ, വലിയ ധനികനല്ലേ, പ്രശ്നമില്ല. പക്ഷേ ഹാദാ ബിൻ ഫദ്ലി റബ്ബി, ഇതെന്റെ റബ്ബ് തന്ന ഔദാര്യം എന്നല്ലേ പറയുന്നത്. അഹങ്കാരം തൊട്ട് തീണ്ടുന്നില്ലല്ലോ. ആകയാൽ അഹങ്കാരമുള്ളവനല്ലേ വാസ്തവത്തിൽ വിഡ്ഢി. ഫിർഔൻ അഹങ്കാരത്തോടെ പറഞ്ഞു, അന റബ്ബുക്കുമുൽ അഅ്ലാ, ഞാനാണ് നിങ്ങളുടെ ഉന്നതനായ റബ്ബെന്ന് വാദിച്ചു. അവൻ ചിന്തിച്ചില്ല, നജസും പേറി നടക്കുന്നവനല്ലേ ഞാൻ എന്റെ സഹോദരന്മാരോട് പറയട്ടെ, ചിലപ്പോൾ റൂമിൽ വെച്ചോ സദസ്സിൽ വെച്ചോ വീം വിളക്കുന്ന ചില ആളുകളില്ലേ, ഞാൻ അങ്ങനെ തിരിക്കും അങ്ങനെ മറിക്കുമെന്നൊക്കെ പറയുന്നവരില്ലേ, ഞാൻ 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 എന്നിന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സൂചിപ്പിക്കുന്നവരില്ലേ. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അത് അഹങ്കാരമാണ് കേട്ടോ. മനുഷ്യനെ സൃഷ്ടിക്കപ്പെട്ട ഉടനെ തന്നെ അഹങ്കാരം കാണിച്ച ഇബ്ലീസിനെ അനുഗ്രഹത്തിൽ നിന്ന് പുറത്താക്കി ആദരിക്കപ്പെടേണ്ടവരെ ആദരിക്കണമെന്ന തത്വമല്ലേ അല്ലാഹു ലോകത്ത് പഠിപ്പിച്ചത്. അഹങ്കാരം നമുക്ക് പാടില്ല. സംസ്കരണ രംഗത്ത് ഖുർആൻ ഏറ്റവും ഊന്നിപ്പറഞ്ഞൊരു വിഷയമാണ്. അഹങ്കാരം പാടില്ല. ഞാനൊരു വലിയവനാണെന്ന ചിന്ത തീരെ പാടില്ല. പക്ഷെ ഫിർഔൻ അതിന്റെ ഉന്നതമായ പദവിയിലാണ് അഹങ്കാരത്തിലെത്തിയത്. അവൻ വാദിച്ചത് ഞാൻ റബ്ബാണെന്നാണ്. സുബ്ഹാനല്ലാഹ്. ഞാൻ അങ്ങനെ തിരിക്കും മറിക്കുമെന്നൊക്കെ വീമ്പിളക്കുന്നവൻ പെട്ടെന്ന് വയറ്റിൽ വേദന വന്നാൽ വളഞ്ഞുപോയി. നേരെ നിൽക്കുന്നവൻ വളഞ്ഞുപോയി. ഇനി അവന് പോകാനുള്ളത് ടോയ്ലറ്റിലേക്ക്. ചെന്നാൽ കുറച്ച് കൂടുതൽ വയറ്റുന്ന് പോയി, ബോധരഹിതനായി വീണു. ആളുകൾ എടുത്ത് ആശുപത്രിയിൽ എത്തിച്ചു. എന്തേ അബ്ദുറഹ്മാൻ എല്ലാവരും ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത്? വേറെ ആർക്കും പേര് പറഞ്ഞിട്ട് കുഴപ്പം വേണ്ട. ഓ, വയറ്റുന്ന് പോയിട്ട് ബോധം കെട്ട് വീണുപോയി. എന്താ വയറ്റുന്ന് പോയത്? സ്വർണമാ, മുത്ത, മാണിക്കല്ല? അല്ല, പിന്നെ എ ക്ലാസ് നജസ്. ഈ നജസ് വയറ്റിൽ നിന്ന് പോയാൽ ബോധരഹിതനായി വീഴുന്ന മനുഷ്യ ഞാൻ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുമെന്ന് വീമ്പിളക്കാൻ നമുക്ക് അവകാശമുണ്ടോ? സുബ്ഹാനല്ലാഹ്. വലിയ നീളമുള്ള മീശ വെച്ച ഒരാള്, അയാളടുക്കൽ നിന്നിട്ട് ഫോട്ടോ എടുക്കാൻ 10 ദിർഹം, 1000 ദിർഹം വന്നാലും എന്നെ കിട്ടൂല. ഞാൻ പറഞ്ഞു വരുന്നത്, ചിലര് ഭയങ്കര മീശ വെച്ചിട്ട് പോക്കിരിയായിട്ട് വീമ്പിളക്കുന്നവരുണ്ട്. മീശ വെട്ടാനാണ് ഇസ്ലാം സുന്നത്താക്കിയത്. മീശ വെട്ടുക, താടി വളർത്തുക, താടി വളർത്തുക, മീശ വെട്ടുക. സുബ്ഹാനല്ലാഹ്. ഈ മീശ വെച്ചവൻ പക്ഷേ ആ മീശയിൽ താടിയിൽ അതിന്റെ കറുത്ത രോമം അവനോട് ചോദിക്കാതെ വെളുത്തുപോയി. എനിക്ക് അവിടെ അധികാരമുണ്ട്, ഇവിടെ അധികാരമുണ്ട് എന്നൊക്കെ പറയുന്നവനാണ്. പക്ഷേ എന്റെ റൂം ഞാൻ അറിയാതെ പെയിന്റ് മാറ്റിയാൽ എനിക്ക് കോപിക്കും ഞാൻ. പക്ഷേ എന്റെ താടിയിലും മീശയിലും രോമത്തിന്റെ കളറ് മാറ്റുമ്പോൾ എന്നോട് ചോദിച്ചില്ലല്ലോ. സ്വന്തം മുഖത്തെനിക്ക് അധികാരമില്ലല്ലോ. എന്റെ സ്വന്തം തൊള്ളയിലെ പല്ല് വേദനിക്കുമ്പോ എന്നോടൊരു ചെറിയ സമ്മതം ചോദിച്ചില്ലല്ലോ. ഉരവേദന വരുമ്പോ അതേ എത്ര വലിയ ആളാണെങ്കിലും അവനോടൊന്ന് സമ്മതം ചോദിച്ചില്ലല്ലോ. ഖുലില്ലാഹുമ്മ മാലിക്കൽ മുൽക്കി തുത്തിൽ മുൽക മൻ തശാഇ വതൻസിഉൽ മുൽക മിമ്മൻ തശാഇ വതുഇസ്സു മൻ തശാഇ വതുദില്ലു മൻ തശാഇ ബിയദികൽ ഖൈർ. എല്ലാ അധികാരങ്ങളും അല്ലാഹുവിന് തന്നെ. ആ രാജാവിന് റിബലായി ഞാനതാ റബ്ബാണെന്ന് വാദിച്ച ഒരൽപ്പവും ചിന്തയില്ലാത്ത ഫറോവ ചക്രവർത്തി സുബ്ഹാനല്ലാഹ് നജസും വയറ്റിൽ പേറിയിട്ട് നടക്കുമ്പോ ഞാനാണ് റബ്ബെന്ന് വാദിച്ചവൻ, അൽപ്പവും ചിന്താശക്തിയില്ലാത്തവൻ. അതേ വയനാട്ടിൽ 2 ദിവസം ഫിർഔന് വന്നു കൂടിയെങ്കിൽ ജലദോഷം പിടിച്ച് തിരിച്ചു പോകുന്നത് കാണാമായിരുന്നു. മൂക്കുന്നൊലിക്കാതിരിക്കില്ല.
ആ ഫറോവ ചക്രവർത്തിയാണ് ഞാനാണ് റബ്ബെന്ന് പറഞ്ഞത്. സുബ്ഹാനല്ലാഹ്, സ്വന്തം ഭാര്യയുടെ മെൻസസ് ഒന്ന് നിർത്താൻ അയാളെ കൊണ്ട് സാധ്യമല്ല. ഉറങ്ങുമ്പോൾ കൂർക്കം വലിച്ചിട്ട് ഭാര്യ എന്ത് പറഞ്ഞാലും കൂർക്കം നിർത്താൻ അയാളെ കൊണ്ട് സാധ്യമല്ല. ഇങ്ങനെയല്ലേ ഏത് മനുഷ്യന്റെയും അവസ്ഥ? അങ്ങനെ സ്വന്തത്തിൽ ശരീരത്തിന് പോലും അധികാരമില്ലാത്ത ദുർബലനായ മനുഷ്യൻ. മനുഷ്യനെ ദുർബലനായി പടക്കപ്പെട്ടു എന്ന് ഖുർആൻ പറഞ്ഞില്ലേ? നമ്മൾ പരാജയപ്പെടാത്ത മേഖല ഏതാണ് സഹോദരന്മാരെ? ദൗർബല്യം സമ്മതിക്കാത്തവനല്ലേ അഹങ്കാരി? എല്ലാ രംഗത്തും നമ്മൾ ദുർബലന്മാരല്ലേ? മനുഷ്യൻ ദൗർബല്യത്തെ കുറിച്ച് ചിന്തയുള്ളവനാകണം. മനുഷ്യനേക്കാൾ ചില വിഷയങ്ങളിൽ അല്ലാഹു ചെറിയ ശക്തികൾക്ക് കഴിവ് കൊടുത്തപ്പോൾ മനുഷ്യൻ അവിടെ തലകുനിക്കുകയല്ലേ? പരാജയം സമ്മതിക്കുകയല്ലേ? നാം ഒരിക്കലും തന്നെ തോന്നരുത് ഞാനൊരു വലിയവനാണ്. മനുഷ്യൻ മൊത്തത്തിൽ തന്നെ ദുർബലൻ അല്ലേ? നിങ്ങൾ നോക്കൂ, ഒരു പോത്തിന്റെ കുട്ടി, ആ പോത്തിന്റെ കുട്ടിയെ വലിയ ഒരു തടാകത്തിൽ കൊണ്ടുപോയി നിങ്ങളങ്ങ് ഇറക്കിയാൽ ആ പോത്തിന്റെ കുട്ടി ഭംഗിയായി നീന്തിയിട്ടക്കരെ കടന്നുപോകും. അതേ സമയത്ത് ആഗോള പ്രശസ്തനായ ഒരു ശാസ്ത്രജ്ഞന്റെ കുട്ടി പ്രസവിച്ചതിന് ശേഷം നിങ്ങൾ നീന്തം പഠിപ്പിക്കാതെ ഒരു തടാകത്തിൽ കൊണ്ടുപോയിട്ടാൽ ഇനി ആ കുട്ടിയെ കാണണമെങ്കിൽ മോർച്ചറിയിൽ പോകേണ്ടി വരും. ഇനി നിങ്ങൾ കണ്ടോ, ലോകത്ത് ആഗോള പ്രശസ്തനായ ശാസ്ത്രജ്ഞൻ, ആ മനുഷ്യൻ ഒരു കുട്ടി ജനിച്ചിട്ട് ആ കുട്ടി മുല കുടിക്കണമെങ്കിൽ ഉമ്മയെടുത്ത് മടിയിൽ വെച്ച് അമ്മയെടുത്ത് മടിയിൽ വെച്ച് മുല കൊടുക്കണം. എന്നാൽ നമ്മുടെ വീട്ടിൽ നമ്മൾ വളർത്തുന്ന കോഴി, ആ കോഴി അടയിരുന്നിട്ട് അതിന്റെ മുട്ട വിരിഞ്ഞ് കുട്ടി പുറത്തു വന്നാൽ ആ കുട്ടി അന്ന് തന്നെ ഓടുകയും ചാടുകയും ചെയ്യുകയാണ്. അതിന്റെ മാതാവിന്റെ അല്ലെങ്കിൽ അതാ പൂവൻ കോഴിയുടെ ഓരോ ശബ്ദവും അത് വേർതിരിച്ചറിയുകയാണ്. അതേ വലിയ ഒരു ശബ്ദം എന്ന് പറഞ്ഞ് ശബ്ദിച്ചാൽ പരുന്തിനെ കണ്ടിട്ടാണെന്ന് ചെറിയ കുട്ടികൾക്ക് മനസ്സിലായി. അതേ കോഴിക്കുട്ടി തന്നെ അമ്മ ഒരൽപ്പം ഭക്ഷണം കണ്ടിട്ട് ചെറിയ നിലക്ക് ക്ഷണിച്ചാൽ ക്യാൻറ്റീനിൽ നിന്ന് ബെല്ലടിച്ചതാണെന്ന് കുട്ടികൾക്ക് മനസ്സിലായി. ഒരു അധ്യാപകനും പഠിപ്പിച്ചതല്ല. LKG-യിൽ കൊണ്ടുപോയി ചേർത്ത കുട്ടിയെ സ്റ്റാൻഡ് സിറ്റ് എന്നൊക്കെ പറഞ്ഞാൽ എന്തു ചെയ്യണമെന്ന് പഠിപ്പിച്ചില്ലെങ്കിൽ കുട്ടി മേൽപോട്ട് നോക്കിയിരിക്കുന്നത് നിങ്ങൾ കാണുന്നില്ലേ? അതേ സമയത്ത് കോഴിക്കുട്ടിക്ക് ഭാഷ പഠിപ്പിച്ചവനാരാണ്? സുബ്ഹാനല്ലാഹ്, പോത്തിൻകുട്ടിയെ നീന്തം പഠിപ്പിച്ചവനാരാണ്? മൃഗസംരക്ഷണ വകുപ്പിന്റെ ഉദ്യോഗസ്ഥന്മാര് ലോകത്തുള്ള പോത്തുകളെ മുഴുവനും കൊണ്ടുപോയി തടാകത്തിലിർത്തി നീന്തം പഠിപ്പിച്ചതായി നമ്മളൊരു സ്ഥലത്തും റിപ്പോർട്ട് വായിച്ചിട്ടില്ലല്ലോ. അങ്ങനെ പോത്തിനെ നീന്തം പഠിപ്പിക്കുന്ന മരപ്പോത്തുകളും ഇല്ലല്ലോ. സഹോദരാ, അല്ലാഹു പോത്തിന് നീന്തം പഠിപ്പിച്ചു കൊടുത്തപ്പോൾ പോത്തിന് നീന്താൻ കഴിഞ്ഞു. കോഴിക്കുട്ടിക്ക് വിവരം കൊടുത്തപ്പോൾ അതിന് വേർതിരിച്ചർത്ഥം മനസ്സിലായി. ഏത് സൃഷ്ടിക്കും കൊടുക്കുന്ന രാജാവ് കൊടുത്തത് ലഭിച്ചു. നമ്മുടെ നാട്ടിൽ വലിയ ഒരു കൊലക്കേസ് നടന്നു. DIG വന്ന് കാറിൽ ഇറങ്ങുകയാണ്. മൂപ്പര മുന്നിൽ ഇമാമായിട്ട് ഇറങ്ങുന്ന ഒരു നായയാണ്. സുബ്ഹാനല്ലാഹ്, എന്താണ് ഈ നായ? അതിന് മനുഷ്യനില്ലാത്ത ചില കഴിവല്ല കൊടുത്തപ്പോ മൂപ്പർക്ക് DIG-യുടെ കൂടെ കാറിൽ സീറ്റാണ്. എന്ന് മാത്രമല്ല, അതിന് സാല്യൂട്ട് കൊടുക്കുകയാണ് വലിയ പോലീസ് ഉദ്യോഗസ്ഥന്മാര്. ഞാനിത് പറഞ്ഞതിന്റെ അർത്ഥം, അല്ലാഹു ആർക്കെന്ത് കൊടുത്തോ കൊടുത്തത് കിട്ടി. ആർക്കും അധികാരമില്ല. അവന്റെ വിശാലമായ അനുഗ്രഹം ആലോചിക്കൂ. ഫിർഔനിന്റെ സമീപത്തേക്ക് അയക്കുന്ന പ്രതിനിധികളോട് പോലും അവൻ പറയുന്നു, ഖൂലാ ലഹു ഖൗലൻ ലയ്യിനാ. ഓ മൂസാ, ഓ ഹാറൂൻ, നിങ്ങൾ ഫിർഔനിന്റെ സമീപത്ത് പോയി അവൻ എത്ര വലിയ അധികാരിയാണെങ്കിലും അവൻ എത്ര വലിയ തമ്മാടിയാണെങ്കിലും നിങ്ങൾ പരുഷമായി സംസാരിക്കരുത് കേട്ടോ. ഖൂലാ ലഹു ഖൗലൻ ലയ്യിനാ. മയമായ നിലക്ക് നിങ്ങൾ അദ്ദേഹത്തോട് സംസാരിക്കണം. വളരെ മയമായ നിലക്ക് സംസാരിക്കണം. ലഅല്ലഹു യതദക്കറു ഔ യഖ്ശാ. അവൻ ഉപദേശം സ്വീകരിക്കുന്നവനാകാൻ, അവൻ ഭക്തിയുള്ളവനാകാൻ നിങ്ങൾ വളരെ മയമായി സംസാരിക്കണം. ഈ ആയത്തോതിക്കൊണ്ടിരിക്കുമ്പോൾ സജ്ജനങ്ങളിൽ പലരും പൊട്ടിക്കരഞ്ഞു. എന്തിനാ ചെറുപ്പക്കാരാ പൊട്ടിക്കരഞ്ഞത്? അല്ലാഹുവേ, ദുർബലരായ ഞങ്ങളിൽ പാപങ്ങൾ വന്നിട്ടുണ്ടാകാം.
ഞങ്ങൾ ധിക്കാരം ചെയ്തു പോയിട്ടുണ്ടാകാം, ഞങ്ങൾ കൽപ്പിച്ചതൊഴിഞ്ഞു പോയിട്ടുണ്ടാകാം, വിരോധിച്ചത് വന്നു പോയിട്ടുണ്ടാകാം. പക്ഷേ ഞങ്ങൾ അടിമകളാണെന്ന ബോധം ഞങ്ങളെ മനസ്സിലുണ്ട്. ഞങ്ങൾ ഉടമസ്ഥരാണെന്ന് പറഞ്ഞിട്ടില്ല, ഞങ്ങൾ റബ്ബാണെന്ന് വാദിച്ചിട്ടില്ല. നിന്റെ പാവപ്പെട്ട അടിമകളാണെന്ന് ഉറച്ചു വിശ്വസിക്കുന്നതോടെ ഞങ്ങൾ പാപം ചെയ്തു പോയവരാണെങ്കിൽ നിന്റെ കാരുണ്യത്തിന്റെ വിശാലത കാണുമ്പോ ഞങ്ങളെ മനസ്സ് സന്തോഷത്തിലാണ്, സന്തോഷം കൊണ്ട് പൊട്ടിക്കരയുകയാണ്. എന്തേ ഫിർഔൻ ഇത്ര വലിയ ധിക്കാരിയായിട്ട് പോലും ആ ഫിർഔനിന്റെ സമീപത്തേക്ക് പോകുമ്പോ നീ പറഞ്ഞ വാക്ക് മയമായി സംസാരിക്കണം, അവനൊന്ന് നന്നാകട്ടെ എന്നാണല്ലോ. ഇത്രയും ധിക്കാരികളോട് കാരുണ്യം കാണിക്കുന്ന രാജാവാണ് നീയെങ്കിൽ നിന്നെ സ്നേഹിച്ചുകൊണ്ടല്ലേ ഞങ്ങൾ ജീവിക്കേണ്ടത്, നിന്നിലേക്കല്ലേ ഞങ്ങളെ മനസ്സ് തിരിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ വല്ലദീന ആമനൂ അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്, അചഞ്ചലമായ വിശ്വാസം ഹൃദയത്തിലുണ്ടോ ഉള്ളവരെല്ലാം അല്ലാഹുവിനെ അങ്ങേയറ്റം സ്നേഹിക്കുന്നവർ തന്നെ. ഈ സ്നേഹം ഹൃദയത്തിൽ ഉടമൂലമാകുമ്പോഴല്ലേ ഈമാനിന്റെ മാധുര്യം അനുഭവിക്കാൻ സാധിക്കുന്നത്. സലാസും മൻ കുന്ന ഫീഹി വജദ ഹലാവത്തൽ ഈമാൻ. മൂന്ന് കാര്യം ഒരാൾക്കുണ്ടെങ്കിൽ അവൻ ഈമാനിന്റെ മാധുര്യം അനുഭവിക്കുന്നു. അയ്യകൂനല്ലാഹു വറസൂലുഹു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമാ. ഏത് വസ്തുക്കളെക്കാളും ഏത് വ്യക്തികളെക്കാളും അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും പ്രിയം വെക്കുക, സ്നേഹിക്കുക. അപ്പോഴല്ലേ ഈമാനിന്റെ മധുരം ലഭിക്കുന്നത്. അത് പറഞ്ഞ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നു, അതേവ അയ്യുഹിബ്ബൽ മർഅ ലാ യുഹിബ്ബുഹു ഇല്ലാ ലില്ലാഹ്. ഏതൊരു മനുഷ്യനെയും അല്ലാഹുവിന് വേണ്ടി സ്നേഹിക്കുക, ഏതൊരു മനുഷ്യനെയും അല്ലാഹുവിന് വേണ്ടി സ്നേഹിക്കുക. നമ്മൾ ഈ സദസ്സിൽ വന്നപ്പോ ഈ രാജ്യം ഭരിക്കുന്ന ഭരണാധികാരികളെ പുകഴ്ത്തിയില്ലേ? ഈ രാജ്യം ഭരിക്കുന്ന ഭരണാധികാരികൾക്ക് ആശംസ പറഞ്ഞില്ലേ? അല്ലാഹു അവന്റെ പ്രത്യേകമായ കാവൽ അവർക്കും നമുക്കും നൽകുമാറാകട്ടെ. ഈ രാജ്യത്തിനും നമ്മുടെ രാജ്യങ്ങൾക്കും അല്ലാഹു നൽകുമാറാകട്ടെ. ഓ സഹോദരന്മാരെ, പരിശുദ്ധ ഖുർആനിനെ ആദരിക്കുന്ന വലിയ പരിപാടി, ആ ഖുർആനിന്റെ ആശയം പ്രചരിപ്പിക്കുന്ന പരിപാടി, ഖുർആൻ പഠിക്കുന്നവർക്ക് പ്രചോദനം നൽകുന്ന പരിപാടി, അതിന്റെ പുറമെ ലക്ഷക്കണക്കിന് പാവപ്പെട്ട വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസം നൽകാനുള്ള പദ്ധതി, അങ്ങനെ തുടങ്ങിയിട്ട് നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ നാം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതില്ലേ? നന്മയുടെ തൗഫീഖിന് വേണ്ടി ദുആ ചെയ്യേണ്ടതില്ലേ? ആരെ സ്നേഹിക്കുമ്പോഴും അയ്യുഹിബ്ബൽ മർഅ ലാ യുഹിബ്ബുഹു ഇല്ലാ ലില്ലാഹ്, അല്ലാഹുവിന് വേണ്ടി സ്നേഹിക്കുക. നമ്മൾ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ശേഷം അമ്പിയാക്കളെ സ്നേഹിക്കുന്നു, സാലിഹീങ്ങളെ സജ്ജനങ്ങളെ സ്നേഹിക്കുന്നു, സജ്ജനങ്ങളുടെ കൂടെ ചേരണമെന്ന് ആഗ്രഹിക്കുന്നു. ഫഅൽഹിഖ്നി ബിസ്സാലിഹീൻ എന്ന് യൂസുഫ് നബി അലൈഹിസ്സലാം പ്രാർത്ഥിച്ചതുപോലെ സജ്ജനങ്ങളുടെ കൂടെ ചേരാൻ നമ്മൾ ആഗ്രഹിക്കുന്നു. സജ്ജനങ്ങളെ നമ്മൾ എപ്പോഴും ഓർത്തുകൊണ്ടിരിക്കുന്നു, അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നു. റബ്ബനഗ്ഫിർ ലനാ വലിഇഖ്വാനിന الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. മുൻകഴിഞ്ഞു പോയ മഹാന്മാരെ നമ്മൾ വിസ്മരിക്കുന്നില്ല. മുൻകഴിഞ്ഞ മഹാന്മാർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നു. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് വേണ്ടിയും കൂട്ടി പ്രാർത്ഥിച്ചാൽ ഉത്തരം കിട്ടാൻ സാധ്യതയുണ്ടല്ലോ. അതുകൊണ്ട് ഖുർആൻ പറയുന്നത് റബ്ബനഗ്ഫിർ ലനാ വലിഇഖ്വാനിന الذين سبقونا بالإيمان. നമുക്കും പുറത്തു തരണം അല്ലാഹ്, ഞങ്ങളെ മുൻഗാമികൾക്കും പുറത്തു തരണം അല്ലാഹ്.
അല്ലാഹുവിനോട് നാം പ്രാർത്ഥിക്കുന്നു, നമ്മളെല്ലാ മുഅ്മിനീങ്ങളെയും സ്നേഹിക്കുന്നു. മുഅ്മിനീങ്ങളെ സ്നേഹിക്കുക എന്ന് നാവ് കൊണ്ട് പറഞ്ഞാൽ പോരാ. യഥാർത്ഥ മുസ്ലിം അൽ മുസ്ലിമു മൻ സലിമൻ നാസു മിൻ ലിസാനിഹി വയദിഹി, മനുഷ്യന്റെ കയ്യിൽ നിന്നും നാവിൽ നിന്നും മറ്റുള്ളവർ രക്ഷപ്പെടണം. അൽ മുസ്ലിമു മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി, അതേ മറ്റുള്ളവർ നാവിൽ നിന്നും കയ്യിൽ നിന്നും രക്ഷപ്പെടണം. നമ്മുടെ നാവ് കൊണ്ട് ആരെയും ഗീബത്ത് പറയരുത്, ആരെയും ചീത്ത പറയരുത്, ആരെയും ദുഷിക്കരുത്. മറ്റുള്ളവരുടെ കുറ്റവും കുറവും നോക്കി നടക്കൽ നമ്മുടെ ഡ്യൂട്ടിയല്ല. നമ്മളെപ്പോഴും മഹാന്മാരായ പണ്ഡിതന്മാർ പരിശുദ്ധ ഖുർആനിന്റെ ആശയം നമ്മെ പഠിപ്പിച്ചില്ലേ? ഓ മോനെ, യാ അയ്യുഹല്ലദീന ആമനു ജുത്തനിബൂ കസീറൻ മിനൽ-ളന്നി ഇന്ന ബഅദ-ളന്നി ഇസ്മുൻ വലാ തജസ്സസൂ വലാ യഗ്തബ് ബഅദുകും ബഅദാ. നീ ആരും ഇഷ്ടപ്പെടാത്തത് പറയുന്നവനാകരുത്, ഗീബത്ത് പറയുന്നവനാകരുത്, ഒരിക്കലും തന്നെ നീ ഏഷണി പറയുന്നവനാകരുത്, മറ്റൊരാളെ കുറ്റവും കുറവും ചുഴന്നന്വേഷിക്കാൻ പോകുന്നവനാകരുത്, നീ ആരെപ്പറ്റിയും തെറ്റായ ധാരണകൾ വെച്ച് പുലർത്തരുത്. മറിച്ച് അല്ലാഹുവിന്റെ അടുക്കൽ വിജയം കൈവരിക്കുന്നവരാരാണ്? അതേ, لا ينفع مال ولا بنون إلا من أتى الله بقلب سليم. ക്ലിയറായ മനസ്സുമായി അല്ലാഹുവിനെ സമീപിക്കുന്നവർക്ക് മാത്രമേ എന്തും ഉപകാരത്തിന് കൊള്ളുകയുള്ളൂ. മനസ്സൊന്ന് ക്ലിയറാക്കണം. ആരോടും വിദ്വേഷം വെക്കാത്ത മനസ്സ്, ആരോടും വെറുപ്പില്ലാത്ത മനസ്സ്, ആരോടും തന്നെ വൈരാഗ്യം വെക്കാത്ത മനസ്സ് അല്ലേ ഖുർആൻ അതിലേക്കല്ലേ നമ്മെ ക്ഷണിക്കുന്നത്. അതുകൊണ്ടല്ലേ ഖുർആൻ വിവരിക്കുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളോട് പഠിപ്പിക്കുന്നത് എന്താണ്? സലാസുൻ മൻ കുന്ന ഫീഹി ഹാസബഹുല്ലാഹു ഹിസാബൻ യസീറാ. മൂന്ന് പ്രത്യേകതകൾ നിങ്ങൾക്കുണ്ടോ? ഗ്രീൻ ചാനലിലൂടെ നിങ്ങൾക്ക് മഹ്ശറയിൽ അങ്ങ് സ്വർഗ്ഗത്തിലേക്ക് പോകാം. നിങ്ങൾക്കതാ ഗ്രീൻ ചാനലിലൂടെ പോകാം. അഥവാ നിങ്ങൾക്ക് കണിശമായ വിചാരണയില്ല, വളരെ പെട്ടെന്ന് സ്വർഗ്ഗത്തിലെത്താം. എന്താണ് ആ മൂന്ന് കാര്യം? നിനക്ക് തരാത്തവന് അങ്ങോട്ട് കൊടുക്കുക, ഇങ്ങോട്ട് തടഞ്ഞു വെച്ചവൻ അങ്ങോട്ട് കൊടുക്കുക, ഇങ്ങോട്ട് ബന്ധം മുറിച്ചവനോട് അങ്ങോട്ട് ബന്ധം പുലർത്തുക, നിന്നെ ആക്രമിച്ചവന് വിട്ടുവീഴ്ച ചെയ്യുക. നിനക്ക് അല്ലാഹുവിന്റെ അടുക്കൽ വേഗം രക്ഷപ്പെടണോ? മൂന്ന് കാര്യം ജീവിതത്തിൽ ഉണ്ടാകട്ടെ. ഒന്നെന്താ പറഞ്ഞു? തടഞ്ഞവന് കൊടുക്കുക. സുബ്ഹാനല്ലാഹ്, നമ്മൾ തൽക്കാലം 1000 ദിർഹം കടം ചോദിച്ചു, തന്നില്ല. അദ്ദേഹം ഇപ്പോൾ കുടുങ്ങിയിരിക്കുന്നു, നമുക്കല്ല നിഅമത്ത് ചെയ്തിരിക്കുന്നു. അദ്ദേഹം ഇപ്പോൾ 2000 ദിർഹം കടം ചോദിച്ചിരിക്കുന്നു, കൊടുക്കുക. ഇങ്ങോട്ട് തരാത്തവന് അങ്ങോട്ട് കൊടുക്കുക. ഇങ്ങോട്ട് ബന്ധം മുറിച്ചവനോട് അങ്ങോട്ട് ബന്ധം പുലർത്തുക. നാട്ടിൽ പോകുമ്പോ നമ്മളോടൊന്നും പറയാതെ പോയി, കാരണം പെരുന്നാളിനോടനുബന്ധിച്ച് ഭാര്യക്കൊരു തുണി കൊടുത്താൽ എടുക്കേണ്ടി വരും, അത് പേടിച്ചിട്ട് പറയാതെ പോയതാണ്. അതെ, ഇനി നമ്മൾ വലിയ പെരുന്നാളിന് നമ്മളും പോകുന്നുണ്ട്, അപ്പം പകരം വീട്ടാമെന്ന മനസ്സ് വേണ്ട. പോകുമ്പോ നേരത്തെ തന്നെ പറഞ്ഞിട്ട് പോവാ. ഇങ്ങോട്ട് ബന്ധം മുറിച്ചവനോട് അങ്ങോട്ട് ബന്ധം പുലർത്തുക. ജനങ്ങൾ പിഴച്ചെവിടെ എത്തി? ഞാനിക്കൊല്ലം ഹജ്ജിന് പോകാൻ ഉദ്ദേശിച്ചിരുന്നില്ല, പക്ഷേ ഞാൻ ഏതായാലും പോകാനങ്ങ് തീരുമാനിച്ചു. എന്താ കാരണം? എന്റെ അയൽവാസി ഹജ്ജിന് പോയി തിരിച്ചു വന്നിട്ട് എന്റെ വീട്ടിൽ കാരക്കയും വെള്ളവും തരാതെ അപ്പുറത്തെ വീട്ടിലേക്ക് എന്റെ വീട്ടിന്റെ മുൻഭാഗത്ത് കൂടി കൊടുത്തയച്ചു. ഇക്കൊല്ലം തന്നെ പകരം വീട്ടണമെന്ന് ഞാനും ചിന്തിച്ചു എന്ന് പറഞ്ഞ മനുഷ്യന്മാർ വരെ ഇല്ലേ ലോകത്ത്? ഓ മനുഷ്യ, ഇങ്ങോട്ട് ബന്ധം മുറിച്ചവനോട് അങ്ങോട്ട് ബന്ധം പുലർത്തുക. അതാണ് ദീനുൽ ഇസ്ലാം പഠിപ്പിക്കുന്ന സംസ്കരണം. നിന്നോട് അക്രമം ചെയ്തവന് നീ അങ്ങോട്ട് വിട്ടുവീഴ്ച ചെയ്യുക. സ്വർഗ്ഗം അല്ലാഹു തയ്യാർ ചെയ്തത് മുത്തഖീങ്ങൾക്കാണ്. വസഅരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബികും വജന്നത്തിൻ അർളുഹാ അസ്സമാവാതു വൽ അർള് ഉഇദ്ദത് ലിൽ മുത്തഖീൻ.
അതേ ഭക്തിയുള്ളവർക്കാണ് സ്വർഗം. എവിടെയാണ് ഭക്തി? അത്തഖ്വാ ഹാഹുനാ, അത്തഖ്വാ ഹാഹുനാ, അത്തഖ്വാ ഹാഹുനാ. തഖ്വ ഇവിടെയാണ്, ഇവിടെയാണ്, ഇവിടെയാണെന്ന് നമ്മളെ പഠിപ്പിച്ചില്ലേ? ഭക്തി മനുഷ്യന്റെ മനസ്സിലാണ്. മനസ്സ് ക്ലിയർ ആകണം, മനസ്സ് നന്നാകണം, അവിടെയാണ് മനുഷ്യന്റെ വിജയം. എന്നാൽ ഖുർആൻ അതിലേക്ക് വിരൽ ചൂണ്ടുന്നത് കണ്ടോ? الذين ينفقون في السراء والضراء, അവർ നല്ലതിനു വേണ്ടി ചെലവഴിക്കുന്നവരാണ്. ഫിസ്സറാ, സന്തോഷമുള്ള സമയത്ത് ചെലവഴിക്കുന്നവരാണ്. വല്ലറാ, വിഷമമുള്ള സമയത്തും ചെലവഴിക്കുന്നവരാണ്. മനസ്സിന് സന്തോഷമുണ്ടായാലും നല്ല കാര്യത്തിൽ ചെലവഴിക്കുന്നവർ, മനസ്സിന് ദുഃഖമുണ്ടായാലും നല്ല കാര്യത്തിൽ ചെലവഴിക്കുന്നവർ. الذين ينفقون في السراء والضراء والكاظمين الغيظ والعافين عن الناس. ദേഷ്യം വന്നാൽ അത് പ്രകടിപ്പിക്കൂല, ദേഷ്യം വന്നാൽ വാശി കൂട്ടൂല, ദേഷ്യം വന്നാൽ അത് മൂടിവെക്കുന്നവർ. والعافين عن الناس, ജനങ്ങൾ തെറ്റ് ചെയ്താൽ അതിന് മാപ്പ് കൊടുക്കുന്നവർ. അവരല്ലേ സ്വർഗത്തിൽ കടക്കുന്ന മുത്തഖീങ്ങളായി അല്ലാഹു പ്രത്യേകം വിശേഷണം പറയുന്നത്. അതുകൊണ്ട് തന്നെ മനസ്സിന്റെ സംസ്കരണമാണ് യഥാർത്ഥത്തിൽ സംസ്കരണം. മനസ്സിൽ ആരോടും വൈരാഗ്യമില്ലാതെ വിദ്വേഷമില്ലാതെ ജീവിക്കാൻ തുനിയണം. ഖുർആനിൽ അല്ലാഹു പറഞ്ഞില്ലേ, ഇദ്ഫഅ ബില്ലതി ഹിയ അഹ്സൻ ഫൈദല്ലദീ ബൈനക വബൈനഹു അദാവത്തുൻ കഅന്നഹു വലിയ്യുൻ ഹമീം വമാ യുലഖാഹാ ഇല്ല الذين صبروا وما يلقاها إلا ذو حظ عظيم. നന്മ കൊണ്ട് തിന്മയെ പ്രതികരിക്കുക, നന്മ കൊണ്ട് തിന്മയെ പ്രതികരിക്കുക, എന്നാൽ നിന്റെ ശത്രുക്കൾ ഉറ്റമിത്രങ്ങളായി മാറുന്നത് കാണാം. പക്ഷേ അത് നല്ല ഭാഗ്യമുള്ളവർക്ക് ആ സ്വഭാവം ഉൾക്കൊള്ളാൻ കഴിയൂ. സഹോദരാ, കണ്ടില്ലേ നമ്മുടെ മഹാന്മാരായ മുൻഗാമികളെ സ്വഭാവം? മഹാനായ സയ്യിദുനാ ഇമാം അബൂ ഹനീഫത്തുൽ കൂഫി റഹ്മത്തുള്ളാഹി അലൈഹി കേട്ടിട്ടില്ലേ നിങ്ങൾ? ഒരു മജൂസിക്ക് കടം കൊടുത്തു. മജൂസി ഇസ്ലാം മുസ്ലിം അല്ല. ഇസ്ലാം സർവ്വജനങ്ങളോടും സൗഹാർദ്ദമല്ലേ പഠിപ്പിച്ചത്? ഇസ്ലാമിൽ ഭീകരതയില്ല, ഇസ്ലാമിൽ തീവ്രതയില്ല. മാനുഷിക മര്യാദകൾ മുറുകെ പിടിച്ച് എല്ലാ ജനങ്ങൾക്കും നന്മ ചെയ്യുക, അതല്ലേ ഖുർആനിന്റെ നിർദ്ദേശം. എത്രത്തോളം എന്ന് പറഞ്ഞാൽ, ലാ യൻഹാകുമുല്ലാഹു അനിൽ ലദീന ലം യുഖാതിലൂകും ഫിദ്ദീനി വലം യുഖ്രിജൂകും മിൻ ദിയാരികും അൻ തബറൂഹും വതുഖ്സിതൂ ഇലൈഹിം ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഖ്സിതീൻ. നിങ്ങളെ ആക്രമിക്കാനും നിങ്ങളെ നാടുകളിൽ അടിച്ചു പുറത്താക്കാനും വരാത്ത ഇതര മതസ്ഥന്മാർക്ക് പോലും നിങ്ങൾ നന്മ ചെയ്യുക, അവരോടും നിങ്ങൾ നീതി പുലർത്തുക. ഖുർആൻ നീതി പുലർത്തുന്നവരെ ഇഷ്ടപ്പെടുന്നു എന്നല്ലേ ഖുർആൻ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്? ബാബുൽ ഹദിയ്യത്തിൽ മുശ്രിക്കീന വഖൗലില്ലാഹി തആല. ഇമാം ബുഖാരി റളിയല്ലാഹു തആല തങ്ങൾ അതാ അവിശ്വാസികൾക്ക് ഹദിയ കൊടുക്കുന്നതിന്റെ അധ്യായം എന്ന് പറഞ്ഞു.